അടിപൊളിയല്ലേ? നമ്മുടെ അഖിലമേട്ട അവിടെ ഇരിക്കുന്നുണ്ട്, മൂർത്തി സാറുണ്ട്, അഞ്ജലി കൊട്ടാരി ഉണ്ട്. അഞ്ജലി കൊട്ടാരിയുടെ ഫ്രണ്ട് ഉണ്ട്. ഏഹ് രാജഗിരി ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് കവിഞ്ഞ് വിതുമ്പി തുളുമ്പി അല്ലേ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ എന്റെ ബാക്കിൽ കാണുന്നത്. കുറെ നാളായി നമ്മൾ ആ സ്റ്റേജിലേക്ക് ഒന്ന് പോയിട്ട് അല്ലേ. കേരളത്തിലെ ആർസിഎം ബിസിനസിന്റെ ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് രാജഗിരി. നമ്മൾ പറയേ രാജയോഗം. ഇപ്പൊ രാജഗിരി ഓഡിറ്റോറിയത്തിൽ നമുക്ക് രാജയോഗം ഉണ്ടാവും അല്ലെ. കുറെ നാളുകൾക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു രാജഗിരി പ്രോഗ്രാം ഇനി എന്നാ വരാ. ഇതാ ആ സുദിനം അടുത്ത് കഴിഞ്ഞു. ഈ മാസം നിങ്ങൾ അച്ചീവ്മെന്റ് ചെയ്യപ്പെടുന്ന എല്ലാ അച്ചീവ്മെന്റുകളും ഏകദേശം 2500-3000 ആളുകളുടെ ഉള്ളിൽ ആദരിക്കപ്പെടും. നമ്മൾ പറയില്ലേ, നമ്മൾ കാലത്തൊടങ്ങി വൈകുന്നേരം വരെ പണിയെടുത്തു, പക്ഷെ പല ആളുകളും ലാസ്റ്റ് അയ്യോ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഈ 4 ദിവസം കൊണ്ടാണ് ഇതിഹാസം രചിക്കപ്പെടുന്നത്. ബിസിനസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ലാസ്റ്റ് ഡേ വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഒരിക്കലും ഇന്ന ലെവലിൽ എത്തില്ല എന്ന് വിചാരിച്ച ഒരാളൊക്കെ പുഷ്പം പോലെ ആ ലെവലിലേക്ക് എത്തുന്നത് ഏറ്റവും ലാസ്റ്റ് 2, 3, 4 ദിവസങ്ങളിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിങ്ങളുടെ എത്ര ബിസിനസ് ആണോ വന്നത് അതിന്റെ ഇരട്ടി ബിസിനസ് 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വരും. അതാണ് ആർസിഎമ്മിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ 1-ാം തീയതി ഏത് ലെവലാണോ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അതേ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. അതിന്റെ മേലും എത്താനായിട്ട് ഇന്ന് നമുക്ക് മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫുൾ ഫോഴ്സിൽ ഫുൾ സിംഗിൽ തന്നെ ഈ 4 ദിവസത്തെ അഭിമുഖീകരിക്കുക. നമ്മുടെ ഫോക്കസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നതിന് പകരം നമ്മൾ ഒറ്റ ഫോക്കസിലേക്ക് നമ്മളുടെ ദൃഷ്ടി കൊണ്ടുപോവുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പിന്നുകൾ ചേഞ്ച് ചെയ്യും. എത്ര പേരെത്തി? 207 പേരുണ്ട് അല്ലെ. ഇതില് 207 പേരില് ഈ മാസം ഈ 4 ദിവസം കൊണ്ട് ആ ഇതിഹാസത്തിന്റെ ഭാഗമായിട്ട് ഞാനും മാറും. എന്റെ പിൻ കൂടി ഞാൻ എന്തായാലും മാറ്റിയിരിക്കുന്ന ഉറപ്പുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, മറ്റുള്ളവർക്ക് ഒന്ന് എനർജി പകരും. നോക്കട്ടെ. യെസ് സാർ, ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്ത് കാണിക്കും. എന്റെ പിൻ ഞാൻ ചെയ്ത് കാണിക്കും. 4 ദിവസം കൊണ്ട് ഞാൻ ഇതിഹാസം രചിക്കും. അങ്ങനെയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കാരണം മൂർത്തി സാറ് എത്തിയിട്ടുണ്ട്. അപ്പൊ മൂർത്തി സാർ ഒന്ന് കാണട്ടെ. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പൊങ്ങി കാണട്ടെ മൂർത്തി സാറ്. വെരി ഗുഡ്. റിനി വിൻസെന്റ് മാഡം ഫ്രം കാലടി, നിർമ്മൽ ഷൈനി മാഡം, സതി സുരേഷ്. വാവ്, സതി സുരേഷ് മാഡൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരാണ് അടുത്ത പുതിയ അച്ചീവ്മെന്റിലേക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ എല്ലാവരും പ്ലാൻ ചെയ്യുക. ഒട്ടും നമുക്ക് സമയം കളയാനില്ല. ഞാൻ വെൽക്കം പറയാനായിട്ട് ആരും വിളിക്കുന്നില്ല. കാരണം നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് അറിവുകളുമായിട്ടാണ് നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ മൂർത്തി സാർ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും 220 പേരായിട്ടുള്ളൂ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സ് നോക്കാം. നിങ്ങളുടെ ടീമിൽ ഉള്ള എല്ലാ ഓപ്പണർമാരും കയറിയോ ഇതില്? നിങ്ങൾ ഡയമണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും പുറത്താ അല്ലെ. അല്ലെങ്കിൽ നിങ്ങളെ ഡയമണ്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്ന ഓപ്പണർമാർ ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടാവില്ല, പല ഓപ്പണർമാരും. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് നോക്കി അവരിതിലേക്ക് കൊണ്ടുവരാ. നമ്മൾ പറയല്ലേ, ഡയമണ്ട് നമുക്ക് കിട്ടുന്നതല്ല, ഡയമണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി തേച്ച് മിനുക്കി അതിനെ ഡയമണ്ട് ആക്കുന്നതാണ് അല്ലെ. നമ്മുടെ കയ്യിൽ ഡയമണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അറിയില്ല ഇത് ഡയമണ്ട് ആണോ കൽക്കരിയാണോ. ഡയമണ്ടും കൽക്കരിയും ഒരേപോലെ ഇരിക്കുക. പക്ഷെ വിദഗ്ധന്മാർ എന്ത് ചെയ്യും? അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഇതില് ഡയമണ്ടിന്റെ ലക്ഷണം ഉണ്ടോ, അതിനുശേഷം അതിനെ തേച്ച് മിനുക്കി ഡയമണ്ട് ആക്കി മാറ്റാണ് ചെയ്യുന്നത് അല്ലെ. ആർസിഎമ്മിലേക്ക് കടന്നു വന്നപ്പോ നമ്മൾക്കറിയായിരുന്നോ നമ്മൾക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ളത്? എനിക്കറിയില്ലായിരുന്നു.
പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ് പല കമ്പനികളുടെയും ഗേറ്റ് തുറക്കാൻ ഗേറ്റ് അടയ്ക്കുക, ഗേറ്റ് തുറക്കാൻ ഗേറ്റ് അടയ്ക്കുക, കൊതുകടിയും കൊണ്ട് ഗേറ്റ് തുറക്കാൻ ഗേറ്റ് അടയ്ക്കുക. ഇതായിരുന്നു പരിപാടി. എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ എത്രത്തോളം ഒരു ലീഡർഷിപ്പ് ഉണ്ടെന്നോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ലീഡേഴ്സ് കണ്ടെത്തി അതിനെ തേച്ചുമെനിക്ക് ഏക്കും മുഴയും കളഞ്ഞ് ഒരു ലീഡറാക്കി മാറ്റി അല്ലേ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്ന ഓരോ വ്യക്തികൾക്കും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഓപ്പണർ അച്ചീവർ പോലും സ്റ്റേജിൽ കയറി നല്ല തകർക്കും. ഈ സംസാരിക്കുന്ന ആൾക്ക് പോലും അറിയില്ലായിരുന്നു എനിക്ക് ഇതേമാതിരി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. RCMലേക്ക് വന്നപ്പോഴല്ലേ നമുക്കത് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്കുമുഴയും കളയാനായിട്ട് നിന്ന് കൊടുക്കണം. നമ്മളെ ഗ്രൂമിങ് ചെയ്യാനായിട്ട് നമ്മൾ ലീഡേഴ്സിന് ഒന്ന് അനുവാദം കൊടുത്താൽ മതി, അവര് നമ്മളെ ഡയമണ്ട് ആക്കിക്കോളും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇനി ഒഫീഷ്യലി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഫ്രൈഡേ ഏറ്റവും നല്ല ദിവസം അല്ലേ. RCMകാരെ സംബന്ധിച്ച് എല്ലാ ദിവസവും നല്ല ദിവസമാണ്. ഇന്നലെ ഡെയിലി പ്രോഗ്രാമുകളാണ്, ഓട്ടത്തിലാണ് ഓരോ വ്യക്തികളെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്. വടകര ULP കഴിഞ്ഞ് നേരെ സേലത്തുനിന്ന് വന്ന് അതിന് പിറ്റേ ദിവസം ചാവക്കാട് ഫയർ ഡയമണ്ട് പ്രോഗ്രാം, അതിനുശേഷം പൊയ്യ RCM ഷോപ്പ് ഉദ്ഘാടനം, ഇന്നലെ കോട്ടയം, ഇന്നലെ കോണത്തുകുന്ന് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. വളരെ വിഷമമുണ്ട്, കാരണം ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ 2 സ്ഥലങ്ങളിലായതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇന്നലെ കോണത്തുകുന്ന് അടിപൊളി ഉദ്ഘാടനം നടന്നു. എനിക്ക് തോന്നുന്നു ആ ഷോപ്പ് കണ്ടിട്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ അടുത്തിടെ വന്ന ഷോപ്പുകളിൽ ഏറ്റവും നല്ലൊരു ഷോപ്പാണ് കോണത്തുകുന്ന് ഷോപ്പ്. അതേപോലെ തന്നെ പൊയ്യ ഷോപ്പും അടിപൊളി ഷോപ്പായിരുന്നു. ഇന്നലെ കോട്ടയത്ത് നല്ലൊരു ക്ലാസ് കൊടുക്കാൻ പറ്റി. ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഇപ്പൊ രാത്രി 12:30ക്കാണ് കോട്ടയത്ത് നിന്ന് എത്തിയത്. അപ്പൊ മൂർത്തി സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് കേട്ടു, ചാടി കയറി. കാരണം ഒന്നും വിടരുതല്ലോ, RCM ലീഡേഴ്സ് ഒന്നും വിടരുത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ പ്രയാണം ഈ മാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം വലിയ അച്ചീവ്മെന്റുകൾ വരും. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ മാസം അവസാനം ചെയ്യേണ്ടത്, അടുത്ത മാസം എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്, ഇതും മൂർത്തി സാർ പറയുന്നുണ്ടാവും. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ പ്രോഗ്രാം അടുത്ത മാസം നമ്മളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ആ സ്റ്റേജിൽ കയറേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറ് പറയും. അപ്പൊ ഞാൻ ഒട്ടും ധരിപ്പിക്കാതെ ഇത്രയും മനോഹരമായ പ്ലാറ്റ്ഫോം നമുക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാവരെയും ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കിന്ന് വളരാനായിട്ടുള്ള വെള്ളവും വെളിച്ചവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗ്രേറ്റ് ലീഡർ റൂബി ബിനു സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ ഗ്രേറ്റ് സ്റ്റാർ എംബ്രാൾഡുമാരെയും സ്വാഗതം ചെയ്യുന്നു. അർജുൻ സാർ, സജീവ് സാർ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ എംബ്രാൾഡ് ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ബാക്കി എല്ലാവരെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പണർ ആൻഡ് ലീഡേഴ്സാണ്. ബോണസ് മേടിക്കാൻ യോഗ്യരായ വ്യക്തികളാണ് ഓപ്പണർ ലീഡേഴ്സ്. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റം ഉണ്ടാക്കാനും നിങ്ങളുടെ വരുമാനം കൂട്ടാനുമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അറിവിന്റെ വേദിയായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാ ഓപ്പണർ ആൻഡ് ലീഡേഴ്സിനെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഒട്ടും ധരിപ്പിക്കുന്നില്ല, നമുക്ക് ഈ മാസം നല്ലൊരു ക്ലോസിങ് എങ്ങനെ ചെയ്യാം അല്ലെ. സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് പറ്റും. ഞാനും പണ്ട് പട്ടാളത്തിലേക്ക് പോണതിലേക്ക് മുന്നേ ക്രോസ് കൺട്രി ഓടി. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ഏറ്റവും നമ്പർ 1 ആണ്. എല്ലാവരും വെട്ടിച്ച് ഞാൻ ഓടി. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വയറുവേന വന്നു, കുളത്തിൽ പിടിച്ചു കയറിയിരുന്നു. ഇതേപോലെയാണ് പല ആളുകൾ RCMല് മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് തുടങ്ങും, ലാസ്റ്റ് ആകുമ്പോഴേക്കും ദം ടൂട്ട് ചാത്ത അങ്ങനെയല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെ ക്ലോസിങ് ചെയ്യാം അത് പറഞ്ഞു തരാനാണ് മൂർത്തി സാർ എത്തിയിരിക്കുന്നത്. വയറ് കുളത്തിൽ പിടിക്കാതെ അല്ലെ, ക്രോസ് കൺട്രി ഓടുമ്പോ. അപ്പൊ ലാസ്റ്റ് നമുക്ക് എങ്ങനെ ക്ലോസിങ് ചെയ്യാം, അതേപോലെ തന്നെ ഈ മാസം നല്ല ക്ലോസിങ് ചെയ്താൽ അടുത്ത മാസം നമുക്ക് എങ്ങനെ നല്ല അച്ചീവ്മെന്റ് മേടിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്ക് എന്നും വഴികാട്ടിയായിട്ടുള്ള, ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണക്കാരനായ
ഇന്ത്യയില് RCM നമ്പർ 1 ആക്കി മാറ്റിയ അതിന് കാരണക്കാരനായ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സഫയർ സിയർ മൂർത്തി സാറിന് നിങ്ങളുടെ നിറഞ്ഞ ഹർഷാരവത്തോട് കൂടിയിട്ട് ഒരു പൂച്ചെണ്ട് കൊടുത്ത് നമുക്ക് ക്ഷണിക്കാം. സാർ, പ്ലീസ് ബി ഓൺ ദ സ്റ്റേജ്. വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ് JRCM. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം രാവിലെ തന്നെ, അതും മാർച്ച് മാസത്തിൻ്റെ വെടിക്കെട്ടിന് തിരികെ കൊടുത്തുന്നതിന് ഈ 3-4 ദിവസം രാവിലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് എത്ര പേരാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. റിയലി വണ്ടർഫുൾ. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്നില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കേസാൽ എനിക്ക് 49 പേരെ കാണാം. ഓക്കെ, ഏകദേശം 288 പേരായി കഴിഞ്ഞു. എനിക്കറിയാതെ 300 കഴിയും. കാരണം പതുക്കെ മതിയല്ലോ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ 7:28 ജോയിൻ ചെയ്തു. അതിന് ശേഷമാണ് ഓരോരുത്തർ വരുന്നത്. അപ്പോൾ ഇനി ആളുകൾ വരും. അപ്പോൾ RCM അല്ലേ, കഴിഞ്ഞ ഡിസംബർ അവസാനം നമുക്ക് ഡയമണ്ട് സുരേന്ദ്രൻ സാറ് തന്നൊരു സെഷനിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഗതിയാണ് മാസീവ് ആക്ഷൻ വിത്ത് ഹൈ സ്പീഡ്. മാസീവ് ആക്ഷൻ വിത്ത് ഹൈ സ്പീഡ്, അതാണ് സക്സസ്സിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിന് നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സമയത്ത് എത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശീലിച്ചിട്ടുള്ള കാര്യം. പക്ഷെ TCG പറയുന്നത് സമയസെ പഹലെ ആനാണ്. സമയസെ പഹലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുമ്പ് നമ്മളവിടെ റെഡി ആയിരിക്കണം. എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം 10 മണിക്കെന്ന് പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാലും തുടങ്ങാനൊരു 10:30 ആകും. അപ്പോൾ 10:30 ആകുമ്പോൾ ചെന്നാൽ മതി. പിന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോഴേ സീരിയസ് ആയിട്ടുള്ള സെഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ 10 മണിക്ക് മുമ്പ് തന്നെ എത്തുമ്പോഴാണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുക. യു വിൽ ബിക്കം എന്താ പറയുക, ദി ഗുഡ് ബുക്സ് ഓഫ് ലീഡേഴ്സ്. സമയത്തിന് മുമ്പേ എത്തുന്നവരെയാണ് ലീഡേഴ്സ് ശ്രദ്ധിക്കാനിടയാവുക. പിന്നെ ശ്രദ്ധിക്കാനിടയാകും ഒത്തിരി ലേറ്റായിട്ട് വന്നാലും. അതുകൊണ്ട് എങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ RCMൽ ഈ പിൻ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഓപ്പണർ ആൻഡ് അബോവ് എന്നാണ് ഈ ഗ്രൂപ്പിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് അല്ലാത്ത ആളുകൾ ഉണ്ടായേക്കാം, ജസ്റ്റ് ജോയിൻ ചെയ്ത ആളുകളും കാണും. അതുപോലെ ഓപ്പണർ ആൻഡ് എബവ് എന്നാണ്. ഈ എബവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചിലർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഓപ്പണർ ആൻഡ് എബവ് എന്ന് പറഞ്ഞാൽ ഓപ്പണർമാർ മാത്രം മതി എന്ന് കരുതുന്നുണ്ടോ സംശയമുണ്ട്. കുറേ ഓപ്പണറിന് മുകളിൽ ലെവലിലുള്ള ആളുകൾ ഒത്തിരി പേരെ കാണാതെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരക്കൊക്കെ ഉണ്ട്. എന്നാലും നോക്കിയാൽ നമ്മളിതിൽ വീഡിയോ ഓൺ ചെയ്യാതെ തന്നെ ഏകദേശം 200ഓളം ആളുകളുണ്ട്. അതിനർത്ഥം അവർ മറ്റ് എത്ര തിരക്കുണ്ടെങ്കിലും അത് RCMനും അവർ പ്രാധാന്യം കൊടുക്കുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ലീഡേഴ്സാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അണ്ടർ യുവർ സ്പോൺസർഷിപ്പ്, അണ്ടർ യുവർ പ്രൊപ്പോസർഷിപ്പ്, ആരെങ്കിലും ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ എ ലീഡർ. ബിക്കോസ് നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നു. നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലീഡറാണ്. അപ്പോൾ അവരെന്താണോ ചെയ്യേണ്ടത് അവർ നിങ്ങളെ ആയിരിക്കും മാതൃകയാക്കാൻ പോകുന്നത്. സോ നമ്മൾ പറയാറുണ്ട്, ബോൽക്കെ മത് സിഖാന കർക്കെ ദിഖാന. പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, ചെയ്ത് കാണിക്കുക. അവരത് മാതൃകയാക്കി എടുക്കണം. ഇതിൽ നിങ്ങളുടെ അപ്പലൈനായിട്ടുള്ളവരും അസോസിയേറ്റ്സ് ആയിട്ടുള്ളവരും ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് വിളിക്കാം. പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ചോളൂ. ഇതാ സെഷൻ തുടങ്ങി, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു, നിങ്ങളെ കണ്ടില്ല, അതുകൊണ്ടൊന്ന് വിളിച്ചതാ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചാൽ, സോറി ഞാൻ തിരക്കിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞവർ ജോയിൻ ചെയ്യും. RCMൽ നമുക്ക് സക്സസ് ആകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മാസീവ് ആക്ഷൻ വിത്ത് ഹൈ സ്പീഡ്. മാസീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് മാസീവ് ആക്ഷൻ ആവുക. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സഫയർ ആകാൻ പറ്റുമോ? ടെക്നിക്കലാകാൻ പറ്റുമോ? ഓപ്പൺ ആകാൻ പറ്റുമോ? പറ്റില്ല. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ് RCM അഭിയാൻ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ഗുണം കിട്ടുന്ന
ഒരു കാര്യത്തിന് വേണ്ടി കുറേയധികം ആളുകൾ അർപ്പണ മനോഭാവത്തോടുകൂടി ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് അഭിയാൻ എന്ന് പറയുക. അവിടെ വരുന്ന ഫലം, റിസൾട്ട്, അത് വേരിയിങ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ റിസൾട്ട്, നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. ഈ വർഷത്തെ ആർസിമെൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി സമൂഹത്തിൽ അംഗീകാരം നേടുക. RCM മുൻകൈ എടുത്തുകൊണ്ട് സമൂഹത്തിൽ ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്നു എന്ന് ജനതയെ, അധികാരികളെ ബോധ്യപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് നമ്മൾ ആരോഗ്യ താരകം, അതായത് സെഹത് സിതാര. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ഡോക്യുമെൻ്ററി എവിഡൻസോടുകൂടി പരിശോധന നടത്തി ബോധ്യപ്പെടുക. അപ്പോൾ അതായത് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തു, അങ്ങനെ നമ്മുടെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി 10 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് പുരോഗതി വരുത്താനുള്ളതെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി ഒരു എന്താ പറയുക, എക്സാമിനേഷൻ നടത്തുക. അതിനുശേഷം 90 ദിവസത്തിനുള്ളിൽ അതിൽ പുരോഗതി ഉണ്ടാക്കി നമ്മൾ അതിൻ്റെയും എവിഡൻസ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഇത് നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ലിങ്കിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആരോഗ്യ താരകമാകും. അപ്പോൾ പിന്നീട് നടക്കുന്ന വലിയ പ്രോഗ്രാമിൽ അങ്ങനെയുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഭിൽവാരയിൽ ഓഗസ്റ്റ് മാസത്തിൽ വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് മെയ് 24-ന് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ടീമിൻ്റെ അക്കാഡമിക് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുക, ഭിൽവാരയിൽ ഏപ്രിൽ 21, 22 2 ദിവസം നമ്മുടെ ടീമിൽ നിന്ന് തന്നെ ഏകദേശം 1000-ലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന വലിയ പ്രോഗ്രാമുകളിൽ ഇത്തരത്തിൽ ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടാക്കിയ ആളുകൾക്ക് പ്രത്യേകമായ റെക്കഗ്നിഷൻ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ ആരോഗ്യ താരകം പോലെ തന്നെയാണ് ആരോഗ്യമിത്രം. ആരോഗ്യമിത്രം എന്ന് പറഞ്ഞാൽ അതിന് ഷഹദ് മിത്ര എന്നാണ് ഹിന്ദിയിൽ പറയുക. RCM ഇല്ലാത്ത, RCM അസോസിയേറ്റ് ബയർ അല്ലാത്ത ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തി അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപദേശം സ്വീകരിച്ച് RCMൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണക്രമം നിലനിർത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തിൽ അവർ പുരോഗതി ഉണ്ടാക്കാം. ഇപ്പോൾ HB കുറവായിരുന്ന ഒരാൾ HB വർദ്ധിപ്പിക്കുന്നു, ഒബേസിറ്റി അല്ലെങ്കിൽ തടി കൂടുതലുണ്ടായിരുന്ന ആൾ വെയിറ്റ് കുറയ്ക്കുന്നു, തൈറോയ്ഡ് ഉണ്ടായിരുന്ന ആൾ തൈറോയ്ഡ് കുറയ്ക്കുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്ന ആൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്ത് സമൂഹത്തിൽ ആരോഗ്യപരമായ ഒരു പുരോഗതി ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ആലോചിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ അത്തരത്തിൽ അവനവൻ പരിശോധനയ്ക്ക് വിധേയരായി അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 90 ദിവസം. അപ്പോൾ ജനുവരിയിലാണ് TCG ഇങ്ങനെ ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം ഒത്തിരി ആളുകൾ ചെയ്തിരിക്കുന്നു. ഈ ഒരു വർഷം, അതായത് ഡിസംബർ ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് പത്രങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ RCM കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും RCMന് കിട്ടാൻ പോകുന്ന ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ നമ്മൾ ആലോചിച്ച് നോക്കുക. സാമൂഹികമായ അങ്ങനെ RCM എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല. കാരണം ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. കാരണം ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതിനെ എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയ കർശന സ്വഭാവമുള്ള ഒരു എന്താ പറയുക നിയമനിർമ്മാണം നടത്തി അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്. അത്ര എളുപ്പമല്ല. പുകവലി നിരോധനം ഗവൺമെൻറ് ഏർപ്പെടുത്തി. പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കാം, അവർക്ക് ഫൈൻ അടിക്കാൻ. ഏതൊരു ഗവൺമെൻറ് ജോലിക്കാരനും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അതിന് അധികാരമുണ്ട്. അങ്ങനെ ആ നിയമം വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, കൊല്ലത്ത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. അതിലെ വരുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ വണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിർത്തുന്നു. അദ്ദേഹം വന്ന് ആ സിഗരറ്റ് പിടിച്ച് തറയിലിട്ട് ചവിട്ടി കളഞ്ഞിട്ട് അയാളുടെ ചെവിട്ടത്തൊരു അടിയും കൊടുത്തിട്ട് പോകുന്നു. ഇത് പത്രങ്ങൾ വലിയ വാർത്തയായതാണ്. ജഡ്ജിക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ടോ? മാൻ ഹാൻഡ്ലിങ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്കും ആളുകൾ അന്ന് ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കൂ,
ഇത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. നടപ്പിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അവനവൻ തീരുമാനിച്ചാൽ മാത്രമേ ഇതിലൊരു പരിധി വരെ കാര്യങ്ങൾ നടപ്പിലാവൂ. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുതെന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി അച്ഛനും അമ്മയും ഒരു കൊച്ചു പോകേണ്ട ആ കൊച്ചിൻ്റെ തലയിലൊക്കെ ഹെൽമെറ്റ് വെച്ച് വണ്ടിയിൽ പോകുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ദൈവമേ എങ്ങനെയാണ് ആ കൊച്ചി ഹെൽമെറ്റ് വെച്ചൊക്കെ ഇരിക്കുന്നത്. അതേ സ്ഥാനത്ത് വളരെ ചെറുപ്പക്കാരായ ആളുകൾ 3-4 പേര് ഒരു ഹെൽമെറ്റും ഇല്ലാതെ വണ്ടിയിൽ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ എന്തിനു വേണ്ടിയാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് തന്നിരിക്കുന്നത്? അവരുടെ ബെറ്റർ ലിവിങ്, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് പാലിച്ചാൽ അതിൻ്റെ ഗുണം അവർക്കുണ്ടാകും. അപ്പോൾ നമുക്ക് RCM-ൽ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഷെഹദ് എന്താ പറയാ, എന്താ ഗിരീഷ് സാറെ ഹിന്ദിയിൽ അതിന് പറയാ, ആരോഗ്യ വിപ്ലവം എന്നാണ്. सहसाती ഷെഹദ് സാത്തി അല്ല, स्वस्थ क्रांति अभियान, स्वस्थ क्रांति अभियान. യെസ്, സ്വസ്ഥ ക്രാന്തി, യെസ്, സ്വസ്ഥ ക്രാന്തി അഭിയാൻ. അതാണ് ഈ വർഷത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളർച്ച, ഗ്രോത്ത്. ഓരോരുത്തരുടെയും പിൻ ലെവലിൽ ഓരോരുത്തരുടെ വരുമാനമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഗ്രോത്ത് ആണ്. ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയണേ. സ്വസ്ഥ ക്രാന്തി അഭിയാൻ, സ്വസ്ഥ ക്രാന്തി അഭിയാൻ, അതായത് ആരോഗ്യ വിപ്ലവ അഭിയാൻ. എല്ലാവർക്കും ആരോഗ്യം മെച്ചപ്പെടാനുള്ള അവസരം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യാൻ അത് പ്രേരണയാകും. നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെയ്ത് കാണിക്കുക, അഭിയാൻ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം മെച്ചപ്പെടണം. അതിന് നമ്മൾ ഓരോരുത്തർ നമ്മുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ അത് മാതൃകയാക്കി തുടരും. അപ്പോൾ 90 ദിവസം കൊണ്ട് ഒരാൾക്ക് ആരോഗ്യത്തിൽ ശരിയായ പുരോഗതി ഉണ്ടാക്കാം. 90 ദിവസമൊന്നും വേണ്ട, പക്ഷെ അത് ക്ലിനിക്കൽ എവിഡൻസോട് കൂടി ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ അതിന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഗ്രോത്ത്. അതിലും TCG കൃത്യമായ ഒരു നിർവചനം തന്നിട്ടുണ്ട്. 100-50-25, 100%, 50%, 25% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വൈറ്റൽ അച്ചീവേഴ്സും, വൈറ്റൽ എന്ന് പറയുമ്പോൾ ബിഗിനർ ടു സ്റ്റാർ, എല്ലാവരും 100% ഗ്രോത്ത്, മോർ ദാൻ 100%, മിനിമം 100% ഗ്രോത്ത് എല്ലാ മാസവും നേടണം. എല്ലാ മാസവും മിനിമം 100% ഗ്രോത്ത്. അപ്പോൾ ഒരു സ്റ്റാർ അച്ചീവർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി ആൻഡ് സെൽഫ് ആണ് നമ്മൾ പറയുന്നത്. 70,000 PV വരികയും കുറഞ്ഞത് 70,000 വരികയും ആകെ 3 ലക്ഷത്തിൽ കൂടുതൽ വരികയും ചെയ്യുമ്പോഴാണ് ഒരാളെ സ്റ്റാർ എന്ന് പറയുക. അപ്പോൾ അടുത്ത മാസം അദ്ദേഹത്തിന് എത്ര വേണം? 1,40,000 വേണം. അതായത് ബി ആൻഡ് സെൽഫ് കഴിഞ്ഞ മാസത്തേക്കാൾ അതിൻ്റെ ഇരട്ടി വരണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് 100% ഗ്രോത്ത് വന്നു. അപ്പോൾ റോയൽറ്റിക്കാർക്ക് ഒരു 50% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, 50% വരെ. ടെക്നിക്കൽ അച്ചീവേഴ്സിന് വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തു, 25% വരെ. അതുകൊണ്ട് വേഗം ടെക്നിക്കൽ അച്ചീവർ ആയി കുറച്ച് ചെയ്താൽ മതിയല്ലോ അല്ലേ? എങ്ങനെയാണ് ടെക്നിക്കൽ അച്ചീവർ ഇത്രയും വലിയ ഡിസ്കൗണ്ട് കിട്ടുന്നത്? അതാണ് ഇപ്പോൾ നമ്മൾ 368 പേരായി ഗിരീഷ് സാറേ. ഓപ്പൺ ആൻഡ് അബോ രാജൻ സാറിൻ്റെ ടീമിൽ ഒരു 700-ൽ പരം ആളുകളുണ്ട്. ഓപ്പൺ ആൻഡ് അബോ എന്ന് പറയുമ്പോൾ ഓപ്പണർ മുതൽ സ്റ്റാർ എമറാൾഡ് അല്ലെ റൂബി വരെയുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ് ഈ ടീമിൽ. 700-ൽ പരം ആളുകളുണ്ട്. വന്നത് എത്രയുണ്ട്? 50%. അപ്പം മോർ ദാൻ 1000 ഉണ്ടെന്ന് രാജൻ സാർ, മോർ ദാൻ 1000. ഓക്കെ, അപ്പോൾ അതിൽ എത്ര ശതമാനം ആളുകൾ വന്നു? 35% വന്നുള്ളൂ. അപ്പോൾ ചെയ്താലല്ലേ ഗുണം ഉണ്ടാവുള്ളൂ, ചെയ്താലല്ലേ റിസൾട്ട് വരൂ. നമുക്ക് വിളിക്കാനല്ലേ പറ്റൂ, വീട്ടിൽ പോയി പിടിച്ചുകൊണ്ടാൻ പറ്റുമോ? പട്ടാളത്തിലായിരുന്നെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓടിക്കും, തോക്കും പൊക്കി പിടിച്ച് ഓടാന്ന് പറയും. ഇവിടെ ആരുടെയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നമ്മുടെ തോക്കുണ്ടെങ്കിൽ വെടിവെക്കാൻ പറ്റില്ല. വാ സുഹൃത്തെ വാ, ഇന്നലെയോ വരാൻ പറ്റില്ല, ഇന്നെങ്കിലും വാ, ഇന്ന് മുതൽ നാളെ എങ്കിലും വരണേ എന്ന് പറഞ്ഞ് തോളെ കൈയിട്ട് കുശലം പറഞ്ഞ് മാത്രമേ നമുക്കിവിടെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതാ പറയുന്നത്, എല്ലാവരുടെയും ഇഷ്ടം നേടാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടീമിലുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവും. സോ അതിനാണ് പറയുന്നത്, ആൻസർ പറയാറില്ലേ, ഒരു ഉത്തമ പുരുഷന്റെ ലക്ഷണം എന്താണ്? പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
അപ്പോൾ ആ ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് പ്രാവർത്തികമാക്കിയാൽ ഈ സൗപജാസ് 25 ഗ്രോത്ത് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ടെക്നിക്കലിനും റോയൽറ്റിക്കൊക്കെ ചെറിയ ഇളവ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. എല്ലാവരും കൂടെ വരണമെന്നില്ല. അപ്പോൾ വരുന്ന ആളുകൾ വന്നാൽ മാത്രം പോരെ, ചെയ്യണമല്ലോ. പിന്നെ മൂന്നാമത്തെ ഈ വർഷത്തെ ലക്ഷ്യം എന്താണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. 1 ആരോഗ്യ വിപ്ലവം, 2 സൗപജാസ് 25 ഗ്രോത്ത്. അപ്പോൾ നമുക്ക് ഈ ഗ്രോത്ത് എങ്ങനെ നേടാം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇനിയുള്ള ഈ 4 ദിവസം ഞാൻ മുമ്പ് ഒരു സെഷൻ എടുത്തിരുന്നു. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു PPT ഉണ്ട്. അതിൻ്റെ ഒരു സ്ലൈഡ് മാത്രം ഞാനൊന്ന് കാണിക്കാം. കാരണം എങ്ങനെയാണ് വളർച്ച? ഗിരീഷ് സാർ പറഞ്ഞില്ലേ, മിനിങ്ങാന്ന് പൊയ്യയിൽ ഒരു അടിപൊളി വണ്ടർവേൾഡ് ക്യുക്കിൻ്റെ ഉദ്ഘാടനം, നന്ദനം ഗീത മാഡത്തിൻ്റെ ഷോപ്പ്. ഇന്നലെ ഇല്ലൻസ് കോണോത്തുകുന്ന്, ഞാനും രാജൻ സാറും ഒക്കെ കോണോത്തുകുന്നും ഒക്കെ അരിച്ച് പെറുക്കിയിട്ടുള്ള സ്ഥലമാണ് 10-12 വർഷം മുമ്പ്. ഇന്നലെ ഞങ്ങൾ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്ത് ഡിസ്കസ് ചെയ്തു. ഹിൽവാരിയിലൊക്കെ അവിടുന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഇന്നും ലക്ഷക്കണക്കിന് അല്ല കോടികൾക്ക് മുകളിൽ വോളിയമുള്ള ആളുകൾ അവിടെ ഉണ്ട്. എവിടെ പോയെന്ന് അറിയത്തില്ല. അനിക്സ്പ്രേ പോലെ ആയിപ്പോയി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ ഇപ്പോൾ അവർ ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന, അഞ്ചിതമാടൻ ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന അവിടെ തന്നെ മറ്റൊരു ഷോപ്പ് പണ്ട് പ്രവർത്തിച്ചിരുന്നതാണ്, അടഞ്ഞുപോയി. അതിനുശേഷം വേറൊരു ഷോപ്പ് വന്നിരുന്നു, വേറൊരു PUC വന്നിരുന്നു, അതും നിന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവരുടെ അടുത്ത് കാണുന്നവർ പറയും, ഇത് പണ്ട് ഇവിടെ ആർസിമിൻ്റെ തൊണ്ട അടഞ്ഞു പോയാൽ നിങ്ങൾ വീണ്ടും തുടങ്ങിയെന്ന് ചോദിച്ചേക്കും. ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞത്, അങ്ങനെ ആൾ ചോദിക്കും. ഇന്ത്യയിൽ ഒരു വർഷം ഏതാണ്ട് 2 കോടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. അവരൊക്കെ മിടുക്കരായി വളർന്ന് സ്കൂളിൽ പോയി പഠിച്ച് 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള അതിലെ മിടുക്കരായ കുട്ടികളാണ് സിവിൽ സർവീസിന് വേണ്ടി പരീക്ഷ എഴുതി ആ പൊസിഷനിലെത്തുന്നത്, അല്ലേ? ഒരു 1500-1800 പേർക്ക് മാത്രമാണ് ഒരു വർഷം സിവിൽ സർവീസ് നേടാൻ ഉള്ള അവസരം കിട്ടുകയുള്ളൂ. 2 കോടിയിൽ വെറും 1500 പേർക്ക് മാത്രം. അപ്പോൾ പരീക്ഷ എഴുതി ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇനി പിള്ളേരായാലും സ്കൂളിൽ വിടേണ്ടെന്ന് ഏതെങ്കിലും ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ ആളുകൾ ചിലർ വിജയിച്ചില്ല എന്നുള്ളത് പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. കാരണം പരാജയപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ആർസ്യം നിൽക്കണം. ആർസ്യം നിന്നു പോയാൽ മാത്രമേ ഒരാൾക്ക് ആർസ്യമിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം അന്ന് ശ്രമിച്ചു, അദ്ദേഹത്തിന് നിന്ന് നേടാൻ പറ്റില്ല. ഇപ്പോഴും ആർസ്യമുണ്ട്. ഇപ്പോഴും ആർസ്യം അവർക്ക് വേണ്ടി വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കോടിക്കണക്കിന് PV അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ട്. ഇന്ന് അവിടെ അടിപൊളി വണ്ടർവേൾഡ് ക്യുക്ക് വന്നിരിക്കുന്നു. ഓരോ 3 കിലോമീറ്ററിലും വണ്ടർവേൾഡ് ക്യുക്കുകൾ കമ്പനി അനുവദിക്കും. 3 അല്ല, എവിടെ വേണമെങ്കിലും അനുവദിക്കാനുള്ള റൈറ്റ് കമ്പനിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എനിവേർ അത് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് അവർ തീരുമാനിക്കും. പക്ഷേ ഒരു കീഴ്വഴക്കം എന്ന നിലയ്ക്ക് 3 കിലോമീറ്ററിനുള്ളിൽ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. അപ്പോൾ ആ സാധാരണഗതിയിൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞത്, വളരാൻ ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ടീമിലുള്ളവർക്ക് വളരാൻ കഴിയുന്നുണ്ടോ? നമ്മൾ വെക്കുന്ന ടാർഗറ്റുകൾ നേടാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അതിൽ പണ്ട് ഈ വൈറ്റൽ ലെവൽസ് കമ്പനി അനൗൺസ് ചെയ്യുന്നത് ആദ്യമൊക്കെ സ്റ്റാർ മുതലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് വൈറ്റൽ ലെവലുകൾ അനൗൺസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2010 അവസാനം അല്ലെ 2011 ആദ്യമായി 3 വൈറ്റൽ ലെവൽ അനൗൺസ് ചെയ്യുന്നത്. ഞാനൊരിക്കൽ വിൽവാര ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ്ക്വാർട്ടറിൽ അന്ന് ചെറിയ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അവിടെ BC ജബ്ര സാറ് കുറച്ച് ആളുകളോട് ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ BC ജബ്ര സാറിനെ കണ്ടിട്ടില്ല അതിന് മുമ്പ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയ ബഹളം കേൾക്കും. ഞാൻ ചോദിച്ചത് എന്താണ്? അവിടെ ഒരു മീറ്റിംഗ് നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കി. അപ്പോൾ പറഞ്ഞതാണ്, ബനോ വൈറ്റൽ ബനാവോ വൈറ്റൽ. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വളരാനുള്ള സൂത്രവാക്യമാണ് ബനോ വൈറ്റൽ ബനാവോ വൈറ്റൽ. ബനോ വൈറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വൈറ്റൽ ലെവലെത്തൂ, നിങ്ങളുടെ ടീമിലുള്ളവരെ വൈറ്റൽ ലെവലിലേക്ക് എത്തിക്കൂ. ബനോ വൈറ്റൽ ബനാവോ വൈറ്റൽ. അപ്പം ഞാൻ ഓർത്തത് എന്താണ്, അന്ന് ഈഗിൾ, റണ്ണർ, വിന്നർ 3 ലെവലാണ് പറഞ്ഞിരുന്നത്. സ്റ്റാർ ആദ്യത്തെ പിൻ ലെവലായിട്ടാണ് കരുതിയിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ബിഗിനർ, സ്റ്റാർട്ടർ, ഈഗിൾ ഒക്കെ വന്നത്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ബിഗിനർ മുതൽ സ്റ്റാർ വരെയുള്ളത് വൈറ്റലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വൈറ്റൽ ലെവലുകൾ എന്നാണ് പറയുക, പക്ഷേ സ്റ്റാറിന് പിന്ന് കിട്ടും. ബാക്കി സ്റ്റാർ മുതൽ മുകളിലേക്കൊക്കെ നമ്മൾ പിന്ന് നമുക്ക് കിട്ടുന്നു, ഫിസിക്കൽ പിന്ന് കിട്ടുന്നു. അതുകൊണ്ട് പിന്നെന്ന് പറയും. അപ്പോൾ ഇതിൽ
വൈറ്റൽ ആകാൻ, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ഒരാളെ വൈറ്റൽ ആകാനുള്ള ഒരു സ്വപ്നം കൊടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഇന്നിപ്പോൾ ഈ മീറ്റിംഗിൽ ഓപ്പണറിന്റെ ആൾക്ക് മാത്രമേ ഇതിൽ അവസരമുള്ളൂ. ഓപ്പണർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ പല ആളുകൾക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയത്തില്ല. എന്തിന്? അവർക്ക് ലെവൽ അറിയില്ല, അവരറിയുന്നില്ല. കാരണം വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാളുടെ ടീമിൽ വരുന്ന ഒരാൾ അവരറിയാതെ അവർ ഓപ്പണറായി പോകും. അവർ ഓപ്പണറല്ല, വലിയ വലിയ ലെവലുകൾ പോലും അവരറിയാതെയാകും. കാരണം ആർസിഎം വളരുകയാണ്. എന്താ കാരണം? ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ആർസിഎം നമുക്ക് കിട്ടുന്നത്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം, ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, ലോകോത്തര നിലവാര ഉൽപ്പന്നങ്ങളാണ് ആർസിഎമ്മിൽ കിട്ടുന്നത്. പക്ഷേ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ചലഞ്ചിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്ക് ലോകത്തൊരാൾക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ആർസിഎം പ്രൊഡക്റ്റ് തരുന്നത്. പക്ഷേ വാങ്ങി ഉപയോഗിക്കുന്ന നമ്മളിൽ പലർക്കും അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതെല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിലോ. കാരണം ഈ ഒരൊറ്റ സത്യം നമ്മൾ ആളുകൾ പറഞ്ഞാൽ മതി. വിദേശത്ത് പോയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കും, അല്ലേ, ഒന്നും കൊണ്ടുവന്നില്ലേ? എന്താ നമുക്ക് വിദേശത്ത് നിന്ന് വേണ്ടത്? ഒരു സോപ്പോ ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാം, അല്ലേ? അതെന്താ ഇവിടെ കിട്ടിയില്ലേ? പിന്നെ ഇവിടെ കിട്ടും. നിങ്ങൾ കുളിക്കുന്നില്ലേ? കുളിക്കുന്നുണ്ട്. പിന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന സോപ്പോ? അത് നല്ല സോപ്പല്ലേ? ഓ അത് ശരി, അത് നല്ല സോപ്പാണ്. അപ്പൊ ഇവിടെ കിട്ടുന്നതോ നല്ലതല്ലേ? അല്ലേ, ഇവിടെ കിട്ടുന്നത് നല്ലതാണ്, എന്നാലും അത്രയും നല്ലതല്ലല്ലോ. അതെന്താണ് ആ വ്യത്യാസം? അത് പറയാറുണ്ട്. കൊക്കക്കോളയും പെപ്സിയും ഒക്കെ ഇവിടെ കിട്ടുന്ന പോലെ അല്ല വിദേശത്ത് കിട്ടുന്നത്. അത് കൂടുതൽ ഹെൽത്തിയാണ്. ഇവിടെ കിട്ടുന്നത് അൺഹെൽത്തിയാണ്. ഇവിടെ കിട്ടുന്നതിനേക്കാൾ മികച്ചതാണ് അവിടെ കിട്ടുന്നത്. അതെന്താ അവിടെ അങ്ങനെ മികച്ചത് കിട്ടാനുള്ള കാരണം? കേരളത്തിൽ നിന്ന് ധാരാളം പച്ചക്കറികൾ വിദേശത്തേക്ക് കയറ്റി വിടാറുണ്ട്. ധാരാളം എന്താ പറയുക, പഴങ്ങൾ കയറ്റി ഇടാറുണ്ട്. ചിലപ്പോൾ എക്സസ് ആകുമ്പോൾ, അധികമാകുമ്പോൾ, അവർ ആവശ്യപ്പെട്ടതിൽ കൂടുതലാകുമ്പോൾ അത് കയറ്റി അയക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് ഇവിടെ സെയിലിന് വരും. അപ്പോൾ റോഡ് സൈഡിൽ കാണാം മുന്തിരി, എക്സ്പോർട്ട് റിജക്റ്റഡ് മുന്തിരി. നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി വലിപ്പമുള്ള സാധനം. കാരണം ഇത് അധികം കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വിദേശത്തേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ അധികം അളവിൽ കൂടുതലായിപ്പോയി, ആവശ്യം കൂടുതലായി പോയപ്പോൾ ഇത്രയും മതി എന്ന് പറഞ്ഞ് മിച്ചമുള്ളത് ഇനിയിപ്പോൾ എവിടെ കൊണ്ടുപോകും? അപ്പോൾ പെട്ടെന്ന് കൊടുക്കുകയാണ്. നമുക്കിവിടെ മാർക്കറ്റിൽ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞത് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുക ഇത്രയും നല്ല സാധനമാണ് വിദേശത്തേക്ക് പോയിക്കുന്നത്. അപ്പം നല്ല സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വിദേശത്തേക്ക് ഇവിടുന്ന് അയക്കുന്നതും. അങ്ങനെയുള്ള സാധനങ്ങളെ അവിടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ നിയമമുള്ളതുകൊണ്ട് അവിടെ കിട്ടുന്ന മുഴുവൻ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതാണ് ഈ വേൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങളെ കുറിച്ച് എനിക്കൊരു ഓർമ്മ വരുന്നൊരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഒരു അമേരിക്കൻ ഷിപ്പിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നു, ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇനി എന്താ പറയുക, എക്സ്പയറി ഡേറ്റ് കുറവാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് തടഞ്ഞു. അമേരിക്ക എന്നാണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. വലിയ വലിയ പണച്ചാക്കുകളാണ്, വലിയ സ്വാധീനമുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു, ഇവിടെ സാധനം ഇതിന് ലൈഫില്ല, അതുകൊണ്ട് തിരിച്ചു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഡിസ്കഷനൊക്കെ ഉണ്ടായി. അത് കപ്പലിലെ സാധനം ഇറക്കാതെ തടഞ്ഞു വെച്ചു, തിരിച്ചു വിടണം എന്നൊരു വശം. അതിൻ്റെ നിയമസാധുത പരിശോധിച്ചപ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 10 മാസം ലൈഫുള്ളെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 16 മാസം ലൈഫുണ്ട് അത്രേ. 10 മാസം കഴിഞ്ഞാൽ അവിടെ ലൈഫ് തീരുന്ന സാധനത്തിൽ ഇവിടെ 16 മാസം ലൈഫുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കണക്കിൽ പകുതിയിലധികം ലൈഫ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ 10 മാസം ലൈഫുള്ള സാധനത്തിന് 5 മാസത്തിൽ കൂടുതൽ ലൈഫുണ്ട്. അപ്പോൾ ഇവിടെ അത് ഇറക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല എന്ന് ഒരു ഒബ്ജക്ഷൻ ക്ലിയറൻസ് കൊടുത്ത് അതിവിടെ ഇറക്കാനിടവന്നു. ഞാനന്നത് ആ പത്ര കട്ടിങ്ങൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ ആളുകൾ കാണിക്കുമായിരുന്നു. 10 മാസം കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാണെന്ന് അവിടെ പറയുന്ന സാധനം ഇവിടെ 16 മാസം വരെ മനുഷ്യർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞ ലോകോത്തര നിലവാരം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹെൽത്ത് കാർഡ് ഒന്ന് ആലോചിച്ച് നോക്കാം, അല്ലേ? നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. രഘുസാറ് സത്യത്തിൽ 7 ലക്ഷത്തിലധികം
പാക്കറ്റ് ഹെൽത്ത് കാർഡ് ഓരോ മാസവും കേരളത്തിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മോർ ദാൻ 7 lakhs. ഓരോ ഡിപ്പോയിലും കൂടെ കേരളത്തിൽ വിൽക്കുന്ന ഹെൽത്ത് കാർഡിന്റെ എണ്ണം എടുക്കുമ്പോൾ മോർ ദാൻ 7 lakhs, 7 ലക്ഷത്തിൽ കൂടുതൽ പാക്കറ്റ് ഒരു മാസം കേരളത്തിൽ കൺസ്യൂം ആവുന്നുണ്ട്. ഈ ഹെൽത്ത് കാർഡ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്? AP ഓർഗാനിക്സ്. ഗിരീഷ് സാറെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രോഗ്രാം നടത്തുമ്പോൾ ഹെൽത്ത് കാർഡിന്റെ ആ വീഡിയോ ആളുകൾ കാണിക്കണം. AP ഓർഗാനിക്സ് ഹെൽത്ത് കാർഡിനെ കുറിച്ച് തന്നിരിക്കുന്ന വീഡിയോ ആളുകൾ കാണിക്കണം. കാരണം എന്നും നമ്മുടെ ടീമിൽ പുതിയ പുതിയ ആളുകൾ വരികയാണ്. ഓരോ മാസവും 8,000 10,000 ആളുകൾ കേരളത്തിൽ പുതുതായിട്ട് RCMൽ അസോസിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കുറച്ചു കാലം മുമ്പ് വീഡിയോ കണ്ടു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വരുന്ന ആളുകൾ കാണുന്നുണ്ടോ? അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഹെൽത്ത് കാർഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. AP ഓർഗാനിക്സ് എങ്ങനെയാണ് എണ്ണ പ്യൂരിഫൈ ചെയ്യുന്നത്. പ്യൂരിഫൈ ചെയ്യുന്നത് മാത്രമല്ല 30ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതാണ് AP ഓർഗാനിക്സിന്റെ ഈ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. പല കമ്പനികൾക്ക് ഇന്ത്യയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ 30ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് കയറ്റി വെക്കണമെങ്കിൽ ഈ പറയുന്ന ലോകോത്തര നിലവാരം ക്വാളിറ്റിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അത്രയും രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നത്. അത് 30 രാജ്യം എന്ന് പറയുമ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ അങ്ങനെ തുടങ്ങി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം കർശന സ്വഭാവമുള്ള രാജ്യങ്ങളിലേക്ക് പോലും കയറ്റി അയക്കുന്ന അതേ പ്രൊഡക്റ്റാണ് നമുക്ക് തരുന്നത്. AP ഓർഗാനിക്സ് നമുക്ക് തരുന്നത്. നമുക്ക് തരുമ്പോൾ അതിന്റെ ബ്രാൻഡ് നെയിമാണ് ഹെൽത്ത് കാർഡ്. AP ഓർഗാനിക്സിന്റെ പാരന്റ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് റൈസീല എന്നാണ്. പണ്ട് നമുക്ക് റൈസീല ബ്രാൻഡിലും കിട്ടിയിരുന്നു. ഇടയ്ക്ക് കുറച്ചു കാലത്ത് RCMന്റെ പ്രൊഡക്റ്റിന് സപ്ലൈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് ഞങ്ങൾ നേരിട്ട് കമ്പനിയിൽ ബന്ധപ്പെട്ടപ്പോൾ AP ഓർഗാനിക്സ് നമുക്ക് എണ്ണ കിട്ടിയിരുന്നത് റൈസീല എന്ന പേരിലാണ്. അങ്ങനെയാണ് റൈസീലയാണ് അതിന്റെ ബ്രാൻഡ് നെയിം എന്ന് ഞാൻ ശ്രദ്ധിക്കാനിടയായത്. നിങ്ങൾ AP ഓർഗാനിക്സിന്റെ സൈറ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. ആ സാധനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലാത്ത എന്ത് സാധനം അതിൽ ഉള്ളതെന്നറിയാൻ പാടില്ലാത്ത ഒരു പാചക എണ്ണ നമുക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ വിലയ്ക്കാണ് ഒരു RCM അസോസിയേറ്റ് ബയർക്ക് ഈ എന്താ പറയുക അമൃത് കിട്ടുന്നത്. 213 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഇമാജിൻ. അതാ പറയുന്നത്, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ചലഞ്ചിങ് പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ. ഇതുപോലെ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും എത്രയോ കാലങ്ങളായിട്ട് വില കൂടാത്ത പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വില കൂടുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. വില കൂടുമ്പോൾ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ കാര്യം പറയാറുണ്ട്, കൺട്രോൾഡ് പ്രൈസ്. എന്തുകൊണ്ടാണ് RCMന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത്? റോ മെറ്റീരിയൽസിന് വില കൂടുകയും GST പോലെയുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരികയും ട്രാൻസ്പോർട്ടേഷൻ എമൗണ്ടിൽ ബാധിക്കുമ്പോഴും മാത്രമേ RCMന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാറുള്ളൂ. അതും വളരെ പരിമിതമായ അളവിൽ മാത്രം. അത്തരത്തിൽ ഒരു റോ മെറ്റീരിയൽസിന് വിലയിൽ മാറ്റം ഉണ്ടായി അതിനുശേഷം വില കുറയുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും RCMന്റെ പ്രൊഡക്റ്റുകൾക്ക് വില കുറയ്ക്കുകയും ചെയ്യും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പൗഡറിന്റെ വില പറഞ്ഞുകൊണ്ടിരുന്നത് 75 രൂപ 150 ഗ്രാം 75 രൂപ എന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് 67 രൂപയേ ഉള്ളൂ. ജസ്റ്റ് 67 rupees. എത്ര വർഷമായി? ഞാൻ ഏതാണ്ട് 20 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് RCMന്റെ പൗഡർ. ആദ്യം ഡിയോ എന്നുള്ള പേരിലാണ്. ഗിരീഷ് സാറെ കണ്ടിട്ടുണ്ടാവും. ഒരു നീല എന്താ പറയുക ഡപ്പിയിലായിരുന്നു പൗഡർ കിട്ടിയിരുന്നത്. ഡിയോ RCM ടാൽക്കം. അത് 25 രൂപയ്ക്കാണ് വാങ്ങിച്ചിരുന്നത്. 20 വർഷം കഴിയുമ്പോൾ 67 രൂപയേ ഉള്ളൂ അതിൻ്റെ വില. ആലോചിക്ക്. മാർക്കറ്റിലൊക്കെ 10 ഇരട്ടി കൂടുതൽ വില വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഓർഡിനറി ബ്രാൻഡ് പൗഡർ 138 രൂപയ്ക്ക് 100 ഗ്രാം കിട്ടുമ്പോൾ RCM 150 ഗ്രാം 67 രൂപയ്ക്ക് തരികയാണ്. അപ്പം 100 ഗ്രാം 138 രൂപയാണെങ്കിൽ 150 ഗ്രാം എങ്ങനെയല്ലും 180 രൂപയ്ക്ക് മുകളിൽ വരും. ആലോചിച്ച് നോക്കി. 3-1 വിലയ്ക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫാക്ട്, ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുകയും ആ കോൺഫിഡൻസോട് കൂടി ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്താൽ RCM പറക്കും. അതങ്ങനെ ചെയ്യാൻ ആരാണോ തുനിയുന്നത് അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവും. കുട്ടിക്കൂറ 100 ഗ്രാം 265 തരാൻ സാർ പറഞ്ഞത്. യെസ്. ഒരു ഓർഡിനറി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുടി വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ കഴുത്തിലൊരു പൗഡർ ഇട്ടിട്ടാണ് തുണി കിട്ടുക അല്ലേ? ആ പൗഡർ ഏതായിരിക്കും? അത് ഇടുമ്പോൾ ഓർക്കും ദൈവം ഇതൊക്കെ എടുത്ത് ഇടാതിരുന്നെങ്കിൽ ഇല്ലേ രഘു സാറേ, എന്ത് പൗഡർ ഇടുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളതിന് പോലും വരുന്ന വിലയാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും പ്രീമിയം ക്വാളിറ്റി സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വരുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ
പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക, മൂവ് ചെയ്യുക. ഇവിടെ ഓപ്പണറിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ RCMൽ വന്ന് ജസ്റ്റ് സെയിം മന്ത് അതേ മാസം തന്നെ ഓപ്പണറായ ആളുകളുണ്ട്, ജോയിൻ ചെയ്ത അതേ മാസം. 70,000 PV വരിക എന്ന് പറയുന്നത് വെറും 14 പേര് 100% ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. വെറും 14 പേര് 5000 PV ചെയ്താൽ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ 5000-ൽ കൂടുതൽ PV ചെയ്യുന്ന എത്ര പേരൊന്ന് ഹാൻഡിൽ ചെയ്ത്? എനിക്കറിയാം 10,000-ൽ കൂടുതൽ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. രാജൻ സാറിൻ്റെ ടീമിൻ്റെ ടോട്ടൽ പർച്ചേസിനുള്ളിൽ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് ഇവർ രാവിലെ എന്താ പറയുക, ടീം ഒത്തിരി വലുതായതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ 5000 ചെയ്തവർ 10,000 ചെയ്തവർ എത്രയാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്തിനത് ചോദിക്കാമെന്നറിയാമോ? ഓപ്പൺ ആൻഡ് അബോവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂടെ അസോസിയേറ്റുള്ള ആളുകൾ കുറച്ച് പേര് അല്പം നിസ്സംഗരാണ്, നിഷ്ക്രിയരാണ്. കുറച്ച് സാധനമൊക്കെ മേടിച്ചു വീട്ടിലേക്ക് ആവശ്യമുള്ളത്. ഓപ്പൺ ആൻഡ് അബോവ് ആളുകൾക്ക് ബോണസ്, ഗ്രോത്ത് ബോണസ് കിട്ടണമെങ്കിൽ ഒരു മാനദണ്ഡം ഉള്ളത് അല്ലേ ഡൽഹി മാഡം? എന്താണ് മാനദണ്ഡം? 1500 PV എങ്കിലും സ്വന്തം ഐഡിയിൽ ചെയ്യണം. ഒരു ടെക്നിക്കൽ അച്ചീവർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 6 പേർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അദ്ദേഹം എല്ലാ ഐഡിയിലും പർച്ചേസ് ചെയ്യുന്നു 5000 PV വീതം. ദൗർഭാഗ്യവശാൽ ടെക്നിക്കൽ അച്ചീവർ കമ്മീഷൻ കിട്ടുന്ന ഐഡിയിൽ ആ മാസം പർച്ചേസ് ചെയ്യാൻ മറന്നുപോയി. ഒരു മാസം പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കമ്മീഷൻ കിട്ടുമോ? കമ്മീഷൻ കിട്ടുകയില്ല. പിന്നെ കമ്മീഷൻ കിട്ടാനൊരു വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഞാൻ പർച്ചേസ് ചെയ്യാൻ മറന്നുപോയാൽ കമ്മീഷൻ കിട്ടാനുള്ള പരിഹാരം എന്താണ്? ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഒരാൾക്ക് പറയാം. പർച്ചേസ് ചെയ്യാൻ മറന്നുപോയാൽ ഈ മാസം ഞാൻ റിക്വയർഡ് പർച്ചേസ് ചെയ്തില്ല എങ്കിൽ ശ്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രീ പറയൂ. സർ, എത്രയാണോ സ്ഥിരം ജയർസിം സർ, Yes. എത്രയാണോ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് 5000, 10,000 ഏത് ലെവലിലാണോ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മാസം പർച്ചേസ് ചെയ്യാൻ വിട്ടുപോയാൽ പിറ്റേ മാസം ആ മാസം ചെയ്യേണ്ടതും കഴിഞ്ഞ മാസം ചെയ്യാതിരുന്നതിന്റെ ഡബിളും ചെയ്തു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് എലിജിബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് എല്ലാം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു മാഡം. ഒരു മേഡം ആരാണ് സംസാരിച്ചത് പറഞ്ഞില്ല, ഒന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ ശ്രീകുമാരി എടപ്പള്ളിയിൽ നിന്നാണ്. ശോഭ മാഡത്തിന്റെ ഡൗൺലൈനാണ്. ശോഭ മാഡം വേണ്ട സപ്പോർട്ടുകളെല്ലാം തന്ന് ഈഗിൾ ലെവൽ വരെ അച്ചീവ് ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസം അതിൽ ഇച്ചിരി കുറഞ്ഞു പോയി. ഈ മാസം അതിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സർ. ജയസിം സർ. ഓക്കെ മാഡം, താങ്ക് യു. ഇപ്പോൾ ഞാൻ ചോദിച്ചതും മാഡം പറഞ്ഞതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, മാഡം പറഞ്ഞത് കൺസിസ്റ്റൻസി ചെയ്യുന്ന ആളുകൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കുറവ് വന്നാൽ അതിനുള്ള പരിഹാരമാണ് പറഞ്ഞത്. ആ പരിഹാരവും നിങ്ങൾ ശ്രദ്ധിക്കുക. കുറവ് വന്നിട്ടുള്ളതിൻ്റെ ഇരട്ടി എത്രയാണോ കുറവ് വന്നു, 100 PV കുറഞ്ഞു പോയെങ്കിൽ അടുത്ത മാസം ചെയ്യേണ്ടതിനോടൊപ്പം 200 PV കൂടെ ചെയ്താൽ, അപ്പോൾ 5000 PV ചെയ്യുന്ന ഒരാൾ 4500 ചെയ്തുള്ളൂ എങ്കിൽ, അല്ല 500 ചെയ്തുള്ളൂ, 4500 കുറഞ്ഞു പോയെങ്കിൽ അടുത്ത മാസം 5000-ൻ്റെ കൂടെ 4500-ൻ്റെ ഇരട്ടി 9000, 14000 ചെയ്താലാണ് 5000-ൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. അതാണ് മാഡം പറഞ്ഞൊരു കാര്യം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓപ്പൺ ആൻഡ് ലീഡേഴ്സാണ്. 5000 വരെയുള്ളവർക്ക് മാത്രമേ ഈ കോമ്പൻസേഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള അവസരമുള്ളൂ. 10,000-ഓ അതിന് മുകളിലുള്ള ആളുകൾക്ക് പർച്ചേസിൽ PV കുറഞ്ഞു പോയാൽ അവർക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സാധാരണ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ, ആ കമ്മീഷൻ കിട്ടുന്നതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം 100 PV എങ്കിലും ചെയ്താൽ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. 1500 PV എങ്കിലും സെൽഫ് ഐ ഡി ചെയ്യുന്ന ആൾക്ക് മാത്രമേ ബോണസിന് അർഹതയുള്ളൂ. അപ്പോൾ ഒരു ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ തുടങ്ങിയ ആളുകൾ, സ്റ്റാർ വരെയുള്ളവർ, അവരുടെ ഐഡിയിൽ ജനറേറ്റ് ആകുന്ന, ഒരു ടീമിൽ ജനറേറ്റ് ആകുന്ന വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ, സ്റ്റാർ അച്ചീവർക്ക് ഒരു 15,000 മുതൽ 20,000 വരെയൊക്കെ കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ കിട്ടാൻ അവർ വെറും 100 PV ചെയ്താലും അവർക്ക് കിട്ടും. പക്ഷേ അവർ 1500 ചെയ്തില്ലെങ്കിൽ സ്റ്റാർ എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടേണ്ട ബോണസ് കിട്ടില്ല. ബോണസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ അച്ചീവർക്ക് ഒരു 5000 രൂപയെങ്കിലും ബോണസ് കിട്ടുന്നുണ്ടാവും മന്ത്ലി. അത്രയും ബോണസ് ആനുവൽ ബോണസായിട്ടും കിട്ടാനായിട്ട് കമ്പനി മാറ്റിവെക്കും. ഒരു വർഷത്തെ ടോട്ടൽ എത്രയാണോ അത് വരുന്നത്. ഇപ്പോൾ മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്ന സമയമാണ്.
അപ്പോൾ അടുത്ത മെയ് മാസത്തിൽ ആളുകൾക്ക് ഇങ്ങനെ ആനുവൽ ഗ്രോത്ത് ബോണസ് വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര കരച്ചിലും വീഴ്ചയിലും ഒക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നെ, ഇത്രയും പൈസ ഞാൻ ഒന്നിച്ച് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ സങ്കടപ്പെടുന്നത് കാണാം സന്തോഷം കൊണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരു ടെക്നിക്കൽ അച്ചീവർ റോയൽറ്റി ആൻഡ് അബവ് ആളുകൾ 1500 PV കമ്പൽസറി ചെയ്താൽ മാത്രമേ അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടൂ. 100 PV എങ്കിലും ചെയ്താൽ സ്റ്റാർ വരെയുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടാവുന്ന ടീം കമ്മീഷൻ കിട്ടാൻ അർഹതയുണ്ടാവും. അത് മുടങ്ങിയാൽ അടുത്ത മാസം അത് കോമ്പൻസേറ്റ് ചെയ്ത് കമ്പനി അറിയിക്കണം. ഇപ്പോൾ 1500 PV ചെയ്യേണ്ട ആള് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം അത് ചെയ്ത്, അതായത് ആ മാസത്തേതും കഴിഞ്ഞ മാസത്തെ കുറവും കൂടെ ചെയ്തിട്ട് ആ ഇൻവോയ്സ് കമ്പനിക്ക് അയച്ചു കൊടുത്ത് കമ്പനി അറിയിക്കണം, കഴിഞ്ഞ മാസം ഞാൻ ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് വിട്ടുപോയി, അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ മാസത്തെ പർച്ചേസ് ആയിട്ട് ഇതിനെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ കമ്മീഷൻ എനിക്ക് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് കമ്പനിക്ക് മെയിൽ ചെയ്യണം. ഞാൻ പറഞ്ഞത് ആ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആ ടെക്നിക് അച്ചീവർ കമ്മീഷൻ കിട്ടേണ്ട ഐഡിയയിൽ പർച്ചേസ് ചെയ്യാൻ മറന്നുപോയി. അടുത്ത മാസം സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു. പക്ഷേ മുൻ മാസത്തെ കോമ്പൻസേഷൻ ഒന്നും ചെയ്യുകയോ അറിയിക്കുകയോ ചെയ്തില്ല. കാരണം 1500 ചെയ്താൽ മതിയല്ലോ. മറ്റ് ഐഡികളിലൊക്കെ 5000 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ 1500 ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാ ഐഡിയയിലും കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളത് കൊണ്ട് മറ്റ് ഐഡിയകളിലൊക്കെ 5000 ചെയ്തു. ഇതിൽ 1500 സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ മുൻ മാസം വിട്ടുപോയ കാര്യം ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ മാസം 1500 ചെയ്തുള്ളൂ. അടുത്ത മാസം കമ്മീഷൻ വന്നില്ല. കമ്മീഷൻ വരാത്ത എന്താണെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് 1500 PV ചെയ്തില്ല. ടെക്നിക്കൽ അച്ചീവർക്ക് കിട്ടേണ്ട ഒരു 70,000 രൂപയ്ക്ക് മുകളിലുള്ള മന്ത്ലി കമ്മീഷനും ബോണസും സ്വാഹ. ഞാൻ പറഞ്ഞത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നമ്മൾ നമ്മുടെ ടീമിൽ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ പർച്ചേസ് നോക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ടീമിൽ കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണം. പർച്ചേസറിന് ഗ്രൂപ്പ് എടുത്ത് 5000 PV കൂടുതൽ ചെയ്തിരുന്ന ആളുകൾ ആരാണ് നോക്കി അവരെ വിളിച്ച് പർച്ചേസ് ചെയ്യാത്തവർ ചോദിക്കണം. അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കരുത്. ഇപ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ വലിയൊരു പ്രതിസന്ധി, അനുദിനം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗതാഗത സൗകര്യങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ അതിന് വേണ്ട മുൻകരുതൽ എടുക്കണം. ഷോപ്പ് നടത്തുന്നവരും ഡിസ്പ്ലേ വാളുള്ളവരും നല്ല രീതിയിൽ സ്റ്റോക്ക് കരുതുക. ഇനി ഡിസ്പ്ലേ വാളിൽ സ്റ്റോക്ക് കരുതുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ആശയക്കുഴപ്പമുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന കൺസിസ്റ്റൻസി അത് കഴിഞ്ഞ് മിച്ചമുള്ളത് നേരെ ചാക്കിലേക്ക് ഇട്ട് വെക്കുകയാണ്. അങ്ങനെ ചാക്ക് കൂടി 1 ചാക്ക്, 5 ചാക്ക്, 10 ചാക്ക്, 25 ചാക്കൊക്കെയാണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത് സെയിലായ സാധനങ്ങൾ ബില്ലടിക്കാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സങ്കേതമല്ല. ഡിസ്പ്ലേ വാൾ എന്തിനു വേണ്ടിയാണ്? നമുക്കും നമ്മുടെ ടീമിലുള്ളവർക്കും ആവശ്യമുള്ള സാധനം ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്റ്റാൻഡ് ബൈ സിസ്റ്റമാണ്. രാത്രി ഷോപ്പുകൾ അടച്ചു പോയതിന് ശേഷവും എൻ്റെ ടീമിലുള്ള ഒരാൾക്ക് കുറച്ച് PV ഉണ്ടെങ്കിൽ അവർക്കൊരു ലെവലിലേക്ക് എത്താം. അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിൻ്റെ പർപ്പസ് എന്താണ്? എൻ്റെ ടീമിലുള്ള ആളുകൾക്ക് കടയിൽ പോകുന്നതിന് പകരം എൻ്റെ അടുത്ത് വന്ന് സാധനം വാങ്ങിക്കാം, അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ ടീമിലുള്ളവർ മൊബിലിറ്റി ഇല്ലാത്തവരാണ്, കൂടെ കടകളിലൊക്കെ പോകാൻ പറ്റാത്തവരാണ്. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്, കടലിലൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു കടയിൽ പോയി, ഒരു വണ്ടർവേളി ക്വിക്കിൽ പോയി അവർക്കൂടെ വേണ്ട സാധനം എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അവരെ വിളിച്ച് പറയുന്നു. അവർ വരുമ്പോൾ അവർക്കുള്ള സാധനം അവരുടെ നമ്പറിലേക്ക് എനിക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ലെങ്കിലും പോകുന്ന ആൾ നിലയ്ക്ക് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊന്ന് കൊടുക്കാൻ പറ്റും. ഇത് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വിളിക്കുമ്പോൾ ഞാനും അവരും ഒരുപക്ഷെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലെങ്കിലോ, അപ്പോൾ ഞാനത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൗകര്യത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കരുതിക്കൊണ്ടാണ് ഡിസ്പ്ലേ വാൾ ഡിസൈൻ ചെയ്തത്. പക്ഷേ പലപ്പോഴും അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താതെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ ഡിസ്പ്ലേ വാളുകളിൽ കണക്കില്ലാതെ കിടക്കുന്ന സാധനങ്ങൾ മാർച്ച് മാസത്തിന് ശേഷം കാണാതാവാൻ സാധ്യതയുണ്ട്. കണക്കിൽ പെടാതെ കിടക്കുന്ന സാധനം, ഇത് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമാണ്. പറയില്ലേ, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ല് കിട്ടും, ഇല്ലെങ്കിൽ അച്ഛന് പട്ടിയെ തിന്നുമെന്ന് പറഞ്ഞല്ലേ. ഇതെവിടെ എഴുതിയിട്ടൊന്നുമില്ല. കണ്ടമാനം സ്റ്റോക്ക് ഡിസ്പ്ലേ വാളിൽ കിടക്കുന്നു. ആട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ
4 വർഷം മുമ്പുള്ള ആട്ടയാണ് അവരുടെ സ്റ്റോക്കിൽ കാണുന്നത്. സത്യത്തിൽ ഫിസിക്കലി സാധനമില്ലേ, അവർ ആട്ട മേടിച്ചതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും മേടിച്ചല്ല, അതിനേക്കാൾ കൂടുതൽ ആട്ട അവരുടെ സ്റ്റോക്കിൽ കിടക്കുക. കാരണം 2500 BV ആണ് അവർ കൺസിസ്റ്റൻസി ചെയ്യുന്നത്, മിച്ചമുള്ള ആളുകൾ കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ടീമിലുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. നമ്മൾ റോയൽറ്റി ആൻഡ് എബോ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പർച്ചേസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളുടെ ടീമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഓപ്പണർ ആൻഡ് എബോ ആളുകൾക്ക് അവരുടെ പർച്ചേസേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത്, ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, മൊബൈലിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എക്സൽ ഫോർമാറ്റിൽ അയച്ചു കൊടുക്കാം. അതിൽ സോർട്ട് ചെയ്ത് പേരും ID നമ്പറുമായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇന്ന ആളുകൾ കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടിരുന്നവരാണ്, ഈ മാസത്തെ പർച്ചേസ് ചെയ്തിട്ടില്ല, അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കൂ. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ആർസിമിൽ പുതിയതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 3 വർഷത്തേക്ക് ടേക്ക് ഇറ്റ് ആസ് എ ജോബ്, ടേക്ക് ആർസിഎം ആസ് എ ജോബ്, ഒരു ജോലി പോലെ ഏറ്റെടുക്കുക. ഞാൻ ഇന്നലെ ഒരു ഓപ്പണർ അച്ചീവർ ഒരു മാഡത്തിനെ കാണാനിട വന്നു. ഞാൻ ചോദിച്ചു, അല്ല ഓപ്പണർ അല്ലല്ലോ, ഈ ഈഗിളാണ് അവർ. എത്ര കാലമായി ആർസിഎമ്മിൽ വന്നിട്ട്? 1 വർഷമായി. എന്താ ചെയ്തിരുന്നത്? ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ആർസിഎം ചെയ്യുന്നു. ഓക്കെ, ആർസിഎം എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഹോം മീറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഹോം മീറ്റിംഗ് ചെയ്യും. എത്ര സമയം? ഞാൻ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ പോകും, എന്നിട്ട് 3:30 ആയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. ഓക്കെ, അത്ര സമയം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പോയി ഓരോരുത്തരെ കാണും, മുമ്പ് കണ്ടിട്ടുള്ളവരെ കാണും. അങ്ങനെ ചെയ്താൽ മലയാളത്തിൽ ചൊല്ലുണ്ട്, എന്താണ്? നായക്കിരിക്കാൻ നേരമില്ല, നായ നടന്നിട്ട് കാര്യമില്ല. ഈ ഉപമ മോശമായെന്ന് എനിക്ക് സംശയമുണ്ട്, നായ എന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു തമാശയായിട്ട് പറയുന്നതാണ് അല്ലേ? നായ ഓട്ടടാ ഓട്ടം, എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഒരാളെ പോയി കാണുന്ന സമയം കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് 10 പേരെ കണ്ടുകൂടാ? ആ ഒരാളെ കാണുന്ന സമയത്തും ഒരു ഹോം മീറ്റിംഗ് ആയിട്ട് ചെയ്യുക. അവരോട് പറയാം, നിങ്ങൾ മുമ്പ് പ്രൊഡക്റ്റ് കൊടുത്തിരുന്ന ആളാണ്, അവരുടെ വീട്ടിൽ അവരോട് പറയാം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, വരുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെയും വീട്ടുകാരെയായിട്ടൊരു 10 പേരെ വിളിച്ച് ഇരുത്താൻ പറയൂ, കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ട് പരിചയപ്പെടുത്തൂ. അവിടെ നമ്മൾ സിസ്റ്റം ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രൊഡക്റ്റ് മാത്രം പരിചയപ്പെടുത്തൂ. പഞ്ചതുളസി എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സർവ്വ വീട്ടിലും പഞ്ചതുളസി ആവശ്യം വരും. അത് വേണ്ടാത്ത ഒരു വീടും ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഹോം മീറ്റിങ്ങുകൾ. ഞാൻ പറഞ്ഞത്, ആർസിഎമ്മിൽ ഒരാൾ സജീവമായി തീരുമാനമെടുത്താൽ അടുത്ത ഒരു 3 വർഷത്തേക്ക് നിങ്ങളെ സബ്മിറ്റ് ചെയ്യുക. ടേക്ക് ഇറ്റ് ആസ് എ ജോബ്. കൃത്യമായി രാവിലെ 8 മണിക്ക് പോകുന്ന ജോലിക്ക് വൈകുന്നേരം 5:30-6 മണി ജോലി സ്ഥലത്തുണ്ട്. അതേപോലെ കൃത്യത കൂടി, നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിൽ 1 മാസം എത്ര ജോലി കിട്ടും, അല്ല എത്ര ലീവ് കിട്ടും? 1 കിട്ടിയ ഭാഗ്യം. ഞാൻ പണ്ടൊരിക്കൽ മലപ്പുറത്തുനിന്ന് രാത്രി വരുമ്പോൾ എൻ്റെ സഹയാത്രികനായിരുന്ന ആള് ഉബ്രോൺ മാളിലെ ജോലിക്കാരനാണ്, മലപ്പുറംകാരനാണ്. ആൾ പറഞ്ഞു, രാവിലെ 6 മണിക്ക് കൗണ്ടറിലെത്തണം, രാത്രി 10 മണി വരെ അവിടെ കൗണ്ടറിലുണ്ട്. അതിനിടയ്ക്ക് ഫോൺ എടുത്താൽ പോലും ചോദിക്കും, എന്താ എത്ര ഫോണിൽ സംസാരിക്കാനുള്ളതെന്ന്. അയാൾ ഒരു PSC പരീക്ഷ എഴുതാൻ വേണ്ടി പോയിട്ട് വരിക എന്ന് പറഞ്ഞു. എവിടെ നിന്ന് പഠിക്കുന്നേ? എപ്പോഴാണ് പഠിക്കുന്നത്? രാവിലെ 6 മുതൽ രാത്രി 10 വരെ ജോലി ചെയ്യുന്നയാള്. ഞായറാഴ്ച പോലും അവധിയില്ല. ഞായറാഴ്ച ജോലി ചെയ്താൽ അതിന് പകരം ഒരു കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെ ഒരു മാസമുള്ള 4 ദിവസം, അതായത് ഞായറാഴ്ച 4 ഞായറാഴ്ച കിട്ടാനുണ്ടെങ്കിൽ ഞായറാഴ്ച ജോലി ചെയ്താൽ അതിന് പകരം മറ്റൊരു ദിവസം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ദിവസം അവർക്ക് സൗകര്യമുള്ള ദിവസം കൊടുക്കാം. അല്ലാതെ ഈ 4 ദിവസം കൂടെ കൂട്ടി വെച്ചിട്ട് വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ഇന്ന് നീ എടുത്തോ ലീവ്, എന്ത് ചെയ്യും? എന്ത് വേണം ചെയ്യാം. ഒരു ദിവസം കിട്ടിയാൽ ഇയാൾക്ക് മലപ്പുറത്ത് പോയി വരാൻ പറ്റുമോ? അങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് ആളുകൾ ജോലി ചെയ്യുന്നത്. ടേക്ക് ഇറ്റ് ആസ് എ ജോബ്. 100% അർപ്പണ മനോഭാവത്തോടു കൂടി നിങ്ങൾ ടൈം ആർസിഎമ്മിൽ വിനിയോഗിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ ഗ്രോത്ത്, വളരാൻ ആവശ്യമുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയുന്നതും അതിനോടൊപ്പം അത് കാണിക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് കൂടുതൽ ഓർമ്മ നിൽക്കാനിട വരും. അതുകൊണ്ട് ഞാൻ അതൊന്ന് കാണിക്കാം. എന്താണ് നമുക്ക് വളരാനുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പറയാവുന്നത്? 1, ഹൗ ടു അച്ചീവ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ബൈ ജോയിനിങ്. നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരേ സ്വഭാവം, ഒരേ കഴിവുള്ളവരല്ല. പക്ഷേ എല്ലാവരിലും വളരാൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവുണ്ടാവും, സ്കില്ലുണ്ടാവും, പ്രാവീണ്യം ഉണ്ടാവും.
ചിലർ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും, ചിലർ പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുന്നവരായിരിക്കും, ചിലർ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നവരായിരിക്കും, ഓക്കെ, ചിലർ മോട്ടിവേഷൻ കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അവരുടെ സ്കിൽ ശരിയായി നമ്മൾ പ്രയോജനപ്പെടുത്താൻ പറയാൻ പറ്റും. അതിന് പിൻലെവലും പ്രായവും വിദ്യാഭ്യാസവും ഒന്നും പ്രസക്തമല്ല. അപ്പം പുതിയ ജോയിനിങ് നമുക്ക് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു സംഗതിയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത്. ഈ മാസം ഇനിയും നമ്മൾ വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആര് വിചാരിച്ചാലും ഒരു 10 ജോയിനിങ് കൊണ്ടുവരുന്ന ഒരു പ്രയാസമില്ല. വിചാരിക്കണം. കാരണം ഇത്രയും അനുഭവമുള്ളവരാണ്, ഇത്തരം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ഈ പ്രൊഡക്റ്റ് ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ വിലയും നമ്മുടെ പ്രൊഡക്റ്റിന്റെ വിലയും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് 10 പേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്ലാൻ ചെയ്യൂ. നിങ്ങളുടെ ടീമിൽ വന്നിട്ടുള്ളവരുടെ കെയർ ഓഫിലോ അല്ലാത്തവരുടെ കെയർ ഓഫിലോ ഈ അടുത്ത വരുന്ന ദിവസങ്ങളിൽ കുറെ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യും. അവിടെ വന്നിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞു കൊടുക്കാം, ജോലി കൊണ്ടുവരാനുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള വഴി. ഒരു വണ്ടർവേൾഡ് ക്യൂക്കിന്റെ പരിസരത്ത് പോയി നിന്ന് അതിന് മുമ്പിൽ കൂടെ പോകുന്ന ആളെ ജസ്റ്റ് ഹായ് നമസ്കാരം എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ആ ഷോപ്പിലേക്ക് അയച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. എന്ത് വേണം? അതിനുള്ള ചങ്കൂറ്റം വേണം. ഞാൻ RCM തുടങ്ങിയ സമയത്ത് 2007 തോന്നുന്നു, എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് തൃശ്ശൂർ ആദ്യമായിട്ട് ഔട്ട്ലെറ്റ് തുടങ്ങിയത്, പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, ഞാൻ എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർക്കുന്നില്ല. പക്ഷേ അവിടെ ഒരാൾ വന്നു, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാമെന്നാണ്. എന്താ സാധനം? പൊട്ടിയ ബക്കറ്റും പ്ലാസ്റ്റിക്കും ഒക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം, മെഴുകുതിരി പോലെ ഒരു സാധനം. അതിങ്ങനെ ഉരുക്കി നേരെ പൊട്ടിയ പ്ലാസ്റ്റിക് ഉള്ളിടത്ത് വെച്ച് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ഒട്ടും. ഇപ്പോൾ ബക്കറ്റിൻ്റെ അടിവശം പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പഴയ ബക്കറ്റിൻ്റെ പീസ് എടുത്ത് ഇതിനകത്ത് വെച്ച് ഇതിങ്ങനെ ഉരുക്കി അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അയാൾ സാമ്പിളൊക്കെ കാണിച്ചു. ഇവിടെ കൊള്ളാമല്ലോ, 20 രൂപ 30 രൂപ ഉള്ളൂ, ഇത്ര ഒരടി നീളമുള്ള ഒരു സാധനം മേടിച്ചു. എന്നിട്ട് അയാളെ അവിടെ വിളിച്ചിരുത്തി RCM പറഞ്ഞു കൊടുത്തു. ഇൻസ്റ്റൻ്റലി 1320 രൂപ തന്ന് കിറ്റ് വാങ്ങിച്ച് ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് ഈ 30 രൂപയുടെ സാധനം വിൽക്കാൻ പറ്റുന്ന ആളെ 1320 കിറ്റ് എടുത്ത ആളെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് ഇന്നത്തെ പോലെ ഫോൺ നമ്പരും കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കുന്നൊരു ശീലമില്ല. പിന്നെ KYC കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ സർവീസിൽ ഒക്കെ ആയി പോയതിന് ശേഷം എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല. ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ ട്രീവ്യൂ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു മഹാനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത്. അതുപോലെ എത്ര പേര്. ഇപ്പം ജോയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ളത് RCMൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, അവർ ജോയിൻ ചെയ്യും. അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടത് RCMൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ജോയിനിങ് അവിടെ നടക്കും. നമ്മുടെ ടീമിൽ കൂടുതൽ ജോയിനിങ് കൊണ്ടുവരുന്ന മിടുക്കരായ ആളുകളുണ്ട്. കാരണം അവർക്ക് ആളുകളെ RCMനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി RCMലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ്. സോ എന്ത് ചെയ്യണം? അങ്ങനെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനാണ് രാജൻ സാറ് ചില ഓഫറുകൾ കൊടുക്കുന്നത്. ഇത്ര ജോയിനിങ് കൊണ്ടുവന്നാൽ അപ്പം എന്താകും? അങ്ങനെ കഴിവുള്ള ആളുകൾ ജോയിനിങ് കൊണ്ടുവരും. അത് ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവർ ശ്രമിക്കും. കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുണ്ട്, പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു മത്സര സ്വഭാവം വരുമ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ പുറത്തെടുക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് ആക്ടിവേഷൻ ഓഫ് ടെർമിനേറ്റഡ് ID. ഒരു വിന്നർ മുതൽ മുകളിലേക്കുള്ള ആളുകളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും കുറേ ഐഡിയ ടെർമിനേറ്റഡ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് കോഴിക്കോട് ഒരു വണ്ടർവേൾഡ് ക്യൂക്കിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്റ്റാർ അച്ചീവറെ പരിചയപ്പെട്ടു, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാർ അച്ചീവർ. അപ്പോൾ അവിടെയുള്ളവരോടും പ്രോഗ്രാമിന് ശേഷം ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ നിങ്ങളുടെ ടീമിൽ ടെർമിനേറ്റ് ആയ ഐഡിയകൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞ് ഇപ്പോഴത്തെ RCMന്റെ വളർച്ചയെക്കുറിച്ച്, ഇപ്പോഴത്തെ RCM നേട്ടങ്ങളെക്കുറിച്ച് പറയണം. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളുടെ അപ്ലൈനും നിങ്ങൾക്ക് ശേഷം ജോയിൻ ചെയ്ത ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരെ പേഴ്സണലി നിങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇന്ന് RCM ഒത്തിരി വളർന്നു. ഈ ടെർമിനേറ്റ് ആയ ആളുടെ വീടിന് മുറ്റത്ത് ചിലപ്പോൾ RCM ഷോപ്പ് വന്നിട്ടുണ്ടാവും, അവരറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ട്രീവ്യൂ എടുത്ത് ടെർമിനേറ്റ് ആയ ID എടുത്ത് അതിൽ ഫോൺ നമ്പർ എടുത്ത് അവരൊന്ന് വിളിച്ചാൽ, ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആക്റ്റീവ് ആയിരുന്നു, അവരുടെ KYC ഒക്കെയാണ്, അവർ ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ടിരുന്നു, എന്തോ കാരണം കൊണ്ട് 6 മാസത്തിൽ കൂടുതൽ പർച്ചേസ് മുടങ്ങിപ്പോയി, അവർ ID ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഇനാക്റ്റീവ്, അത്രയേ ഉള്ളൂ. അവരെ വിളിച്ച് ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 100% ആളുകൾ ഇത് സ്വീകരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീമിൽ
ഇനാക്റ്റീവ് ആയിട്ടുള്ള ടെർമിനേറ്റ് ആയിട്ടുള്ള ഐഡിയകളുടെ ലിസ്റ്റ് എടുത്ത് ഓരോ ലീഡർമാർക്കും അവരവർക്കുള്ളത് കൊടുക്കുക. ഒരു ഓപ്പണർ, അച്ചീവർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ, റോയൽറ്റി, അവരുടെയൊക്കെ സെക്കൻഡ് സൈഡിലുള്ള ടെർമിനേറ്റഡ് ഐഡിയയിൽ ലിസ്റ്റ് എടുത്ത് അവരെ കൊടുത്തിട്ട് അവർ പറയുക, വിളിക്കാൻ പറയുക. ഇനിയുള്ള 4 ദിവസം വിളിച്ചിട്ട് എന്ത് പറയണം? ഡോ, താൻ ആർസമയം, ഞാൻ തന്നെ അപ്ലൈനാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബാക്കി 2 ഇങ്ങോട്ട് കിട്ടും. എന്ത് പറയണം? നമസ്കാരം രഘു സാർ, ഒരു 2 മിനിറ്റ് സംസാരിക്കാമോ? തിരക്കിലാണോ? എൻ്റെ പേര് നാരായൺ മൂർത്തി. വളരെ സന്തോഷം, താങ്കൾ ആർസിഎമ്മിൽ എൻ്റെ ടീമിലാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ആർസിഎമ്മിലുണ്ട്. എൻ്റെ ടീമിൽ ഒരു മാസം 20 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ നടക്കുന്നു. ഒരു 5-6 ലക്ഷം രൂപ ആളുകൾക്ക് വരുമാനമായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ആരോഗ്യദായകമായ ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ആർസിഎമ്മിലുള്ളത്. ഇതിൻ്റെ സാധ്യത സാറിന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇതിൻ്റെ സാധ്യത സാറിന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് സാറിൻ്റെ ഐ ഡി ടെർമിനേറ്റ് ആയത്. ഈ അവസരം ഒന്നുകൂടെ വിശദീകരിക്കാൻ ഒരു ചാൻസ് വേണം. അതിനാണ് ഞാനിപ്പോൾ സാറിനെ വിളിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഒരു 4-5 ഓപ്ഷൻ കൊടുക്കാം. 1, അവരുടെ അടുത്തുള്ള ഏറ്റവും നല്ല ഷോപ്പിലേക്ക് അവരെ വിളിക്കാം. വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവണം, നമ്മൾ എത്തണം. നമുക്ക് എത്താവുന്ന സമയം നോക്കി വേണം, ടൈം ഫിക്സ് ചെയ്ത് വേണം അവരെ അടുത്ത ഷോപ്പിലേക്ക് വിളിക്കാൻ. അപ്പോൾ അവരുടെ സ്ഥലം ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അടുത്തുള്ള നല്ല ഷോപ്പ്, വണ്ടർവേൾഡ് ഉണ്ടെങ്കിൽ വണ്ടർവേൾഡ് ക്യൂക്ക് ഉണ്ടെങ്കിൽ അത്, പിയൂഷ് എങ്കിൽ അത്, അതിലേക്ക് വിളിക്കുക. 2ാമത്തെ ഓപ്ഷൻ, പ്രൊഡക്റ്റുമായിട്ട് അവരോട് പറയുക, എൻ്റെ വീട്ടിലേക്ക് വരൂ, പ്രൊവൈഡർ നിങ്ങളുടെ വീട്ടിൽ നല്ല ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ പറയുക, സാറ് ഫാമിലി ആയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരും, ഫാമിലി ആയിട്ട് വരും. അപ്പോൾ എന്താവും? ഡിസ്പ്ലേ വാൾ ഉള്ളത് കൊണ്ട് പ്രൊഡക്റ്റ് കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് വരാൻ സൗകര്യമില്ലെങ്കിൽ, അവർ വില്ലിങ് ആണെങ്കിൽ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലും. ഇപ്പോൾ ഡിസ്പ്ലേ വാൾ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ അത് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കുന്നു. അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് അങ്ങോട്ട് പോകാം. 4ാമത്തെ ഓപ്ഷൻ, വലിയ പ്രോഗ്രാമുകൾ അടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാം. വലിയ പ്രോഗ്രാം, ഇതിപ്പോൾ ഏപ്രിൽ 12-ാം തീയതി ഗംഭീര പ്രോഗ്രാമാണ് രാജഗിരിയിൽ നടക്കാൻ പോകുന്നതാണ് ഗിരീഷ് സാർ പറഞ്ഞത്. ആൻഡ് രാജഗിരിയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കറിയാം, ഒരിക്കലും ആ ഹാളിൽ കയറി പ്രോഗ്രാം പങ്കെടുത്ത ആൾ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ പോയപ്പോൾ അവിടെ ഒരു സുബ്രഹ്മണ്യ സാറിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ആർസിഎം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഡെഡ് അഗനിസ്റ്റ്. അവർ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ പൈസ കളഞ്ഞ് ആളുകളുടെ ബന്ധം മോശമാകുന്ന പരിപാടിയാണ്. ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത്, ഞാൻ സമ്മതിക്കില്ല. അവരൊരു സാധനം വീട്ടിൽ ഉപയോഗിക്കാനും തയ്യാറല്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ല, എതിർക്കാണ് സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. കാരണം ഇതിനു മുമ്പ് പല നെറ്റ്വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഇതും അങ്ങനെയാണെന്ന് വീട്ടുകാർ ധരിച്ചാൽ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അദ്ദേഹം സൈലന്റ് ആയിട്ട് ചെയ്തു വന്നു. അങ്ങനെ കീസോളിന്റെ ഒരു ഓഫർ വന്ന് കേരളത്തിൽ കീസോളിന്റെ എന്താ പറയുക, സോണൽ ഇവന്റ് നടക്കാൻ പോവാണ്. അപ്പോൾ 5000 PV ചെയ്താൽ, 5000 SP-യുടെ പ്രൊഡക്റ്റ് ചെയ്താൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അങ്ങനെ എന്തോ ഒരു നിബന്ധനയായിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയിൽ 2 പേർക്ക് പങ്കെടുക്കാനുള്ള കീസോളിന്റെ സെയിൽ ചെയ്തിട്ട് പുള്ളിക്കാരത്തോട് പറഞ്ഞു, കമ്പനിയുടെ MD-യുടെ മകള് ഒക്കെ വരുന്ന പ്രോഗ്രാമാണ്, ലേഡീസിന്റെ പ്രാധാന്യമുള്ള പ്രോഗ്രാം, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ് കേരളത്തിൽ പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 600-ലധികം ആളുകൾ PQC മെമ്പേഴ്സ് പിങ്ക് കോട്ടിട്ട് സ്റ്റേജിൽ വന്നു. ആ പ്രോഗ്രാം കണ്ടതോടുകൂടി പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് പറഞ്ഞു, നമുക്ക് ഒരു PUC ഇടണം. ആർസിഎമ്മിന് എതിര് നിന്ന ആളാണ്, അവിടുന്ന് തീരുമാനമെടുത്തു PUC ഇടണം. ഇന്ന് ദിണ്ടുകലില് വലിയ രീതിയിലുള്ള നല്ല സെയിലുള്ള ഒരു അടിപൊളി വണ്ടർവേളി ക്യൂക്ക് നടത്തുന്നത് ആ മാഡമാണ്. ഒരു പ്രോഗ്രാമിൽ ആർസിഎമ്മിനെ എതിർത്ത് വീട്ടുകാരോട് സഹകരിക്കാതെ നിന്ന ഒരാള് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ അവരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റം. ഞാൻ പറഞ്ഞത്, വലിയ ഇവന്റുകളിൽ അവരെ പങ്കെടുപ്പിച്ചാൽ, ടെർമിനേറ്റ് ആയ ഐഡിയ ആണെങ്കിലും ഇനാക്റ്റീവ് ആയിട്ടുള്ള, അതായത് അത്ര ശുഷ്കാന്തിയോട് ചെയ്യുന്നില്ലാത്തവരൊക്കെ അവർ വലിയ തീരുമാനം എടുക്കാനത് സാധിക്കും. ഏപ്രിൽ 12 എന്നുള്ളൊരു ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഒപ്പം നാളെ 28-ാം തീയതിയാണ്. 28-ാം തീയതി എറണാകുളത്ത് വണ്ടർവേൾഡ് പ്രൈമിൽ നമ്മുടെ റൂബി ബിനു സാറിൻ്റെ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജിനേഷ് സാറാണ് ആ പ്രോഗ്രാമിൻ്റെ ഒക്കെ മെയിൻ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ളത്.
നിങ്ങളുടെ അറിവിലും പരിചയത്തിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ പേഴ്സണലി വിളിക്കുക. ഏത് പ്രോഗ്രാമിലും മെസ്സേജ് കൊടുക്കുക അല്ല വേണ്ടത്. ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ലോഗ് ദ ഡേറ്റ്. അതിന് നിങ്ങളുടെ ടീമിലെ പ്രധാനപ്പെട്ട ആളെ വിളിച്ച് പറയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു 20-20 പ്രിൻസിപ്പൽ. 20-20 എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞു ഫേമസ് ആയ ഒരു പ്രയോഗമായതുകൊണ്ട് 20-20 എന്ന് പറഞ്ഞാണ്. അതിൽ കൂടുതലാകാം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലെ ഏറ്റവും ആക്റ്റീവായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന 20-25 പേരെ അവരുടെ പേരെഴുതുക. അവരോടും അവരുടെ ടീമിലെ അത്രയും അവർ കണക്കാക്കുന്ന ആളുകളുടെ പേര് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പൊ ജിനേഷ് സാറിന്റെ ടീമിൽ ഒരു റോയൽറ്റി അച്ചീവർ സുരേഷ് സാറിനോട് ചോദിക്കുക, സുരേഷ് സാറിന്റെ ടീമിലെ സാറ് കണക്കാക്കുന്ന 25 പേര് ആരാണ്? അപ്പോൾ ജിനേഷ് സാറിന്റെ ടീമിലെ 25 പേരുടെ പേര് ജിനേഷ് സാർ എഴുതുമ്പോൾ എസ്സിൽ സുരേഷ് വരുന്നു. സുരേഷിന്റെ പേജ് ഒരു പേജ് എടുത്ത് സുരേഷിന്റെ പേര് എഴുതി അതിൽ സുരേഷ് തരുന്ന 25 പേരുടെ പേര് എഴുതണം. ചിലപ്പോൾ തുടക്കക്കാരായ ആൾക്ക് 25 പേരെ കിട്ടിയെന്ന് വരില്ല. എന്താണ്? ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? PV ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടി ഇടപെടുന്ന ആളുകളെയാണ് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റുക. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും ആക്റ്റീവ് ആണോ? ആണ്. പക്ഷേ PV ജനറേഷൻ അവിടെ കാര്യമായിട്ട് നടക്കില്ല. അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിലും നമുക്ക് ചെയ്യാം. ഇൻക്രീസ് യൂസേജ്, ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടുക. അതിനെന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം. പല പ്രൊഡക്റ്റുകളും എന്തിനാണെന്ന് നമുക്കറിയില്ല. ഓരോ ബ്രാൻഡ് പാർട്ട്നേഴ്സും അവരുടെ സെഗ്മെന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ പെയിന്റിന്റെ ട്രെയിനിങ് പെയിന്റിന്റെ ട്രെയിനർ നടത്തും, കീസോളിന്റെ ട്രെയിനിങ് കീസോൾ ട്രെയിനർ നടത്തും, ഹരിസഞ്ജീവന്റെ ട്രെയിനിങ് ഹരിസഞ്ജീവന്റെ ട്രെയിനർ നടത്തും, ന്യൂട്രിചാർജിന്റെ ട്രെയിനിങ് ന്യൂട്രിചാർജിന്റെ ട്രെയിനർ നടത്തും. അപ്പോൾ പിന്നെ ബാക്കി ആര് നടത്തും? ആർസെമ്മിൽ എന്തേലും ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ? രസോയി തടുക്ക, അതെന്ത് സാധനമാണ് രസോയി തടുക്ക എന്ന് പറഞ്ഞാൽ? എന്തോ ഒരു തടുക്ക അല്ലേ? രസോയി തടുക്ക എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു മസാലയാണ്. എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും നിറവും മണവും ഗുണവും കൂടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അനുഭവസ്ഥരായ ഒരാൾ പറയുന്നത് കേട്ടു, ഇത് വെറുതെ ഹെൽത്ത് കാർഡ് ഒഴിച്ച് അതിനെ ചാലിച്ച് ചമ്മന്തി പോലെ ആക്കി കഴിക്കാൻ എന്ത് ടേസ്റ്റാന്ന്. ഒന്നും ചെയ്യണ്ട അത്രേ. ദോശയോ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചട്നി റെഡി, ഹെൽത്ത് കാർഡ് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഇനി അതിനെ ചെറിയൊരു പാനിനകത്ത് വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാക്കിയിട്ട് ഹെൽത്ത് കാർഡ് ഒഴിച്ച് നോക്കിയുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തവരായിരിക്കും ഭൂരിപക്ഷം വരും. ഇന്നിപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് നാളെ ആ റിസൾട്ട് അല്ലെ ഇന്ന് ആ റിസൾട്ട് നിങ്ങൾ ടീമിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ ടീമിലുള്ള മുഴുവൻ ആളുകൾ അത് വാങ്ങിക്കും. ഇപ്പൊ ഈ പറയുന്നത് കേട്ടിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാൻ കുറച്ച് പേരെങ്കിലും തയ്യാറാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് സംശയമില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ഹാൻഡ് റൈസ് ചെയ്ത്. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ, അതായത് രസോയി തടുക്ക ഷോപ്പുകാർ പോലും കണ്ടിട്ടില്ല ഗിരീഷ് സാറേ. കാരണം സാധനം ഓർഡർ ചെയ്യുമ്പോൾ ആകെപ്പാടെ അവർക്ക് വേണ്ട ഹെൽത്ത് കാർഡും ആട്ടയും എണ്ണയും ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പൈസ തീർന്നു. ഈ രസോയി തടുക്കാന്ന് പറയുന്ന സാധനം എന്താണെന്ന് കണ്ടിട്ടില്ല. അത് 1/2 കിലോ ആണോ 3/4 കിലോ ആണോ 1 കിലോ ആണോ 1 ലിറ്റർ ആണോ വരുന്നതെന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അത് വേറെ ഒന്നും ചെയ്യണ്ട. രസോയി തടുക്ക ജസ്റ്റ് ഹെൽത്ത് കാർഡ് ചേർത്ത് മിക്സ് ചെയ്യുക, നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇഡ്ഡലിയോ ദോശയോ, ഇപ്പൊ നമ്മുടെ ഗോതമ്പ് ആർസിമിന്റെ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കി ഈ ചട്നിപ്പൊടി പോലെ ഇത് ഉപയോഗിച്ച് കഴിച്ചു നോക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റിയാന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് വെരി ഡെലിഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ഓൾസോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മുടെ ടീമിലുള്ളവർക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ അത് വാങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ കളിയിക്കാവിഴ കന്യാകുമാരി ഭാഗത്തുള്ള ഷോപ്പിന്റെ ഇനാഗറേഷൻ. അവിടെ പുതിയ ആളുകളാണ് വന്നത്. ഒരു വലിയ ലോ ഇൻകം ഗ്രൂപ്പാണ്. ഒരു 10-14 കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും ഓരോ നൂഡിൽസൊക്കെ അവിടെ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും ജലദോഷമുണ്ട്. ഞാനൊരു പഞ്ചതുളസി പൊട്ടിച്ച് അതിൻ്റെ ഗുണം എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞിട്ട് എല്ലാവർക്കും രഘു സാറ് കയ്യിൽ ഓരോ ഡ്രോപ്പ് കൊടുത്തു, പാസ് ചെയ്തു. ഒന്ന് കയ്യിൽ അടിച്ചു നോക്കിയിട്ട് മണത്ത് നോക്കാൻ പറഞ്ഞു. ആ ഹാള് നിറച്ച് പഞ്ചതുളസിയുടെ സ്മെല്ലായി. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കടയിലെ പഞ്ചതുളസി ഗായം. നിങ്ങൾ പഞ്ചതുളസി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് മനസ്സിലാവും? അതാണ് സൗരചന്ദ്ര സാർ പറയുന്നത്, ബദാന ദിഖാന മൗസൂസ് ഖറാന. പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് അനുഭവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയാൽ ആ പ്രൊഡക്റ്റുകൾ പിന്നെ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും, ഉപബോധ മനസ്സിലേക്ക് ഫീഡാവും.
നമ്മൾ കൊക്കക്കോള, പെപ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മൾ പരസ്യം കാണുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ പഞ്ചതുളസിയോ ഗാർഡൻ ഗോൾഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും ആരും പരസ്യം ചെയ്യാത്തത് കൊണ്ട് ഉപയോഗിച്ചാൽ പോലും അത് മനസ്സിൽ ഫീഡാവില്ല. പക്ഷെ ഇത്തരത്തിൽ നിങ്ങളത് പരിചയപ്പെടുത്തിയാൽ അവരുടെ മെമ്മറിയിൽ എന്നും ഉണ്ടാകും. അപ്പോൾ അവർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ വരും, അന്ന് മൂർത്തി സാർ പരിചയപ്പെടുത്തിയ പഞ്ചതുളസി ഒരെണ്ണം വാങ്ങിച്ചേക്കാം. ഞാൻ പറയുന്നത് പഞ്ചതുളസി മാത്രമല്ല, ഇതുപോലുള്ള ആർസിനുള്ള സ്പെഷ്യൽ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്ക് പരിചയപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് PUC വീക്കിലി മീറ്റിംഗ് നടത്താൻ പറയുന്നത്. ആ വീക്കിലി മീറ്റിങ്ങിൽ എന്തെങ്കിലും 2 3 പ്രൊഡക്റ്റ് എങ്കിലും പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവം, ഒരു ശീലം നമ്മുടെ ടീമിൽ ഉണ്ടാക്കണം. പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക. ഈ ഓൺലൈനിൽ നമ്മൾ നടത്തുന്ന സൂം പ്രോഗ്രാമിൽ വൈകുന്നേരം പ്രത്യേകിച്ച് നടക്കുന്ന റോസസ് പ്രോഗ്രാമിൽ സ്ത്രീകൾ വരുന്നവർ എത്ര പ്രൊഡക്റ്റാണ് പരിചയപ്പെടുന്നത് അറിയോ? എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഹോം മീറ്റിംഗ് എങ്ങനെ എഫക്റ്റീവായിട്ട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വൈകുന്നേരത്തെ 7:15 പ്രോഗ്രാമിൽ അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത്. ഇന്നലെ കാക്കൂരുള്ള ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ഷീജാമാഡമായിരുന്നു പ്രോഗ്രാം അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. വെറും 140 പേരേ ഉള്ളൂ ആ പ്രോഗ്രാമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും ശരി, ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടീമിലുള്ള ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ച് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോളൂ, സൗണ്ട് വെച്ച് കേൾക്കാമല്ലോ. അടുക്കളയിൽ വൈകുന്നേരം ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്കാണെങ്കിലും ആ മൊബൈൽ തീ പിടിക്കാതെ ദൂരെ വെച്ചുകൊണ്ട് അത് കേൾക്കാമല്ലോ. അത് കേൾക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ പ്രോഗ്രാം ഉണ്ട്, അതിലെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആസ് എ ലീഡർ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഏത് പ്രോഗ്രാം ആണെങ്കിലും ഇത് ഇപ്പോൾ പറഞ്ഞില്ലേ, 1000 പേര് പങ്കെടുക്കേണ്ട ഈ സെഷനിൽ നമ്മൾ 350 പേരേ ഉള്ളൂ. അതിനർത്ഥം 3ൽ 2 പേരും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതിൽ കുറേ ആളുകൾക്ക് ആവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യം കൊണ്ട് വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും വേണമെന്ന് വെച്ചാൽ പങ്കെടുക്കാം. ആ വേണമെന്ന് വെക്കുന്നില്ല, അവിടെയാണ് വളർച്ചയ്ക്ക് തടസ്സം. അതാ ഞാൻ പറഞ്ഞത്, ടേക്ക് ഇറ്റ് ആസ് എ ജോബ്. എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ പങ്കെടുത്താൽ മാത്രം പോരാ, എനിക്ക് വളരാൻ എൻ്റെ ടീമിലുള്ളവർ പങ്കെടുക്കണമെങ്കിൽ അവരെ വിളിക്കുക. ഞാൻ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എൻ്റെ ടീമിലുള്ളവരെ പങ്കെടുപ്പിക്കുന്നതിലാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ വിളിക്കണം. ഇന്ന് രാവിലെ മൂർത്തി സാറിൻ്റെ സെഷൻ ഉണ്ടെന്ന് ഇന്നലെ കണ്ടാൽ ഇന്നലെ തന്നെ അവരെ വിളിച്ച് പറയണം. രാവിലെ കയറുമ്പോഴേ വിളിച്ച് നോക്കണം, എൻ്റെ ടീമിൽ ഈ 10 പേര് 2020 അവർ വന്നിട്ടുണ്ടോ ഇല്ല, അവരെ വിളിക്കണം. ഇനി എൻ്റെ അപ്പലൈൻ വന്നിട്ടില്ലെങ്കിൽ അപ്പലൈനെ ഒന്ന് വിളിക്കാം. എന്താ കാരണം എന്നറിയോ? എൻ്റെ ടീമിലുള്ളവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ അപ്പലൈനാണ് ആശ്രയം, അല്ലേ? അപ്പം ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പലൈൻ പഠിച്ചാൽ എൻ്റെ ടീമിലുള്ളവരെ പഠിപ്പിക്കാൻ അത് ഗുണം ചെയ്തുകൊണ്ട് അപ്പലൈൻ്റെ പഠിപ്പും ഞാൻ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് യൂസേജ്. പിന്നെ സെയിൽ, നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. സെയിൽ ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹനം. അതാണ് 10,000 PV ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനൊരു അവസരമുണ്ട്, ടൂറുണ്ട്, സെലിബ്രേഷൻ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കമ്പനിയായിട്ടും ലീഡേഴ്സായിട്ടും ബ്രാൻഡായിട്ടും ഒക്കെ കൊടുക്കാറില്ലേ? അങ്ങനെ സെയിൽ ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുക. ടാർഗറ്റുകൾ, അതും ഇപ്പോൾ ഗാമോർസിൻ്റെ ടാർഗറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് 280ഓളം ആളുകളാണ് ഇപ്പോൾ ഗാമോർസൺ ഫാക്ടറി വിസിറ്റ് പോകുന്നത്. അടിപൊളി സ്റ്റാർ ഹോട്ടൽ സൗകര്യത്തിൽ അവിടെ പോയി തങ്ങി ഒരു സെലിബ്രേഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഗാമോർസൺ ഹെൽത്ത് കാർഡ് ഒരു കാർഡാക്കി കൊടുക്കണം. അതിൻ്റെ നിബന്ധനയും പറഞ്ഞു കൊടുക്കണം. 100ൽ താഴെ PV ചെയ്യുന്ന ആളുകൾക്ക് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടില്ല. ജോയിൻ ചെയ്യുന്ന ആളുകൾ ജോയിൻ ചെയ്തു, എല്ലാ മാസം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരാൾ ഒരു മാസം 1800 PV ചെയ്തിട്ടുണ്ട്, അടുത്ത മാസം 800 PV ചെയ്തിട്ടുണ്ട്, ഒരു മാസം 1300 ചെയ്തിട്ടുണ്ട്, ഒരു മാസം 600 ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തു. ഒരു മാസം 88 PV ചെയ്തിട്ടുണ്ട്. എന്താ കിട്ടുക? 88 PV ചെയ്താൽ ആ മാസം പർച്ചേസ് ചെയ്തില്ല എന്ന് കണക്കാക്കും. അതിനടുത്ത മാസം 1500 ചെയ്തിരുന്നെങ്കിൽ ഈ മാസം പർച്ചേസ് ചെയ്യാത്തത്, മുടങ്ങിയത് പരിഹരിക്കപ്പെട്ടതിന്. ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനിട്ടല്ലേ? ആരുടെ കുറ്റം? അദ്ദേഹത്തെ ആർസിലേക്ക് കൊണ്ടുവന്ന ആളുടെ കുറ്റം. ഓക്കെ, അയാൾക്ക് അറിയത്തില്ലായിരുന്നു, അയാളുടെ അപ്പലേ നോക്കണ്ടേ? അതിനാണ് വെൽക്കം മീറ്റിംഗ് ചെയ്യുന്നത്. വെൽക്കം മീറ്റിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ടീമിൽ ആരൊക്കെ പുതുതായിട്ട് ജോയിൻ ചെയ്തു അവരൊക്കെ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.
RCMൽ ജോയിൻ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഡോക്യുമെന്റ് എടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാം. പക്ഷേ വിളിക്കുന്ന പേരിൽ ജോയിൻ ചെയ്യുക, പേപ്പറിലുള്ള പേര് വേറെ. എത്ര കേസാ വരുന്നേ? പേര് രജിസ്റ്റർ തിരക്ക് കൂടിപ്പോയി, മാറിപ്പോയി, സ്പോൺസർ നമ്പർ മാറിപ്പോയി, അക്കൗണ്ടിലൊരു പേര്, ആധാറിലൊരു പേര് വേറെയാണ്. അതുപോലെ തന്നെ RCMൽ ജോയിൻ ചെയ്ത് സജീവമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ടാർഗറ്റും സെയിലും ഒക്കെ ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് കമ്മീഷൻ വരും. അപ്പോൾ കമ്മീഷൻ വന്നു തുടങ്ങി കഴിയുമ്പോൾ നോക്കുമ്പോൾ അവരുടെ ആധാറും പാനും തമ്മിൽ ലിങ്ക്ഡ് അല്ല. സാറേ ആ കമ്മീഷൻ വന്നുകൊണ്ടിരുന്ന നിന്നുപോയി, എന്താ കാര്യമെന്ന് അറിയത്തില്ല, ആരോട് ചോദിക്കും? ഈ വക കാര്യങ്ങൾ നമ്മുടെ ടീമിൽ നടക്കുന്നത് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് കൺസിസ്റ്റൻസി ഏതെങ്കിലും ഒരു സ്ലാബിൽ അവർ റെഗുലറായിട്ട് ചെയ്യുന്നു എന്ന് തുടക്കം മുതൽ ഉറപ്പുവരുത്തുക. ഇതുവരെ കൺസിസ്റ്റൻസി വന്നിട്ടില്ലാത്ത ആളുകളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവരുടെ നിങ്ങളുടെ കോമൺ അപ്പലയിലായിട്ടുള്ള ഒരു ലീഡറുമായിട്ട് അവരെ സംസാരിപ്പിക്കുക. വെറും 500-200 PV ചെയ്യുന്ന ഒരാൾ എല്ലാ ദിവസവും എല്ലാവരും വിളിച്ച് സംസാരിക്കാനല്ല പറയുന്നത്. ദിവസം ഒരു 2-3 പേര് എങ്കിലും വിളിച്ച് നിങ്ങളുടെ ഒരു അപ്ലൈനുമായിട്ട് അവരുമായിട്ട് സംസാരിപ്പിക്കുക. സാറേ ഇവർ വെറും 200 PV 250 PV ആണ് ചെയ്യുന്നത്, മറ്റു പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും അവർക്ക് കാര്യമായ ഐഡിയ ഇല്ല, മീറ്റിങ്ങിന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് അവരോടൊന്ന് സംസാരിക്കണം. ഈ സംസാരിക്കുന്ന അവരുടെ മുമ്പിൽ വെച്ചായിരിക്കരുത്, മനസ്സിലല്ലേ? ഞാൻ വിളിക്കാൻ പോകുന്ന ഇന്നയാളെയാണ്, അവരെ കുറിച്ചുള്ള ബ്രീഫിംഗ് അപ്ലൈന് കൊടുത്തിട്ട് വേണം ആളെ ലൈനെടുത്ത് സംസാരിക്കാൻ. എന്നിട്ട് യാദൃശ്യമായിട്ട് കിട്ടിയ പോലെ പറയാ, ഗിരീഷ് സാർ എൻ്റെ ടീമിലെ വളരെ ഉഷാറായിട്ടുള്ള ഒരു അസോസിയേറ്റ് ബെയറാണ്, അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണെങ്കിലും മുടങ്ങാതെ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, 10-200 PV ഒക്കെ എല്ലാ മാസവും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 വാക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. യാദൃശ്യമായിട്ടാണ് ഇപ്പോൾ സാറിനെ സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ഗിരീഷ് സാറ് പരിചയപ്പെട്ട് അവരോട് ചോദിക്കും, നിങ്ങളുടെ കൺസിസ്റ്റൻസി ഏതാ ചെയ്തത്? അപ്പോൾ ആൾ പറയില്ല, ഞാൻ കൺസിസ്റ്റൻസി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പറയും, ഇത്തരത്തിൽ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് വാങ്ങിവെച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും, ചെലവ് കുറയും, അതുപോലെ ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടും. ഈ വക കാര്യങ്ങൾ ഗിരീഷ് സാർ അവരോട് പറയുമ്പോൾ അവർ പറയും, ഓക്കെ സാർ ഞാൻ ചെയ്യാം. അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം അത്തരത്തിൽ നിങ്ങളുടെ ടീമിലുള്ള ഇങ്ങനെ കുറച്ച് എന്താ പറയുക നിസ്സംഗരായിരിക്കുന്ന ആളുകൾ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്താൽ, ഒരു സ്പാർക്ക് കൊടുത്താൽ പിന്നെ അതൊന്നും നിലനിൽക്കും. അതിന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. പിന്നെ ഓപ്പണിംഗ് ഓഫ് POS, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് കേരളമാണ്, കേരളത്തിൽ 1-ാം സ്ഥാനത്ത് രാജൻ സാറിൻ്റെ ടീമാണ്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ഷോപ്പുകൾ വരികയാണ്, ഒന്നിനൊന്നിനും മെച്ചമായിട്ട്. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശതമാനം ഷോപ്പുകാർക്ക് നാണക്കേട് തോന്നി തുടങ്ങി. അവർ ഇത്രയും നല്ല മനോഹരമായ ഷോപ്പുകൾ വരുമ്പോൾ എൻ്റെ ഷോപ്പ് RCM ഷോപ്പാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഞാനും മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് അവരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു ചിന്ത കൊടുക്കുക നല്ലതാണ്. ഓപ്പണിംഗ് ഓഫ് POS ആ പ്രദേശത്ത് വലിയൊരു ടേൺ ഓവർ കൊണ്ടുവരാൻ സഹായിക്കും. ഷോപ്പ് നടത്തുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു ബിസിനസ്സിലും കൊടുക്കാൻ പറ്റാത്തത്ര ലാഭം നേടാനുള്ള അവസരമാണ് RCMൽ ഔട്ട്ലെറ്റ് നടത്തുന്ന ആൾക്ക് കിട്ടുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആളുകൾക്ക് അത് ശരിക്കും മനസ്സിലാകുന്നില്ല, വേണ്ടവണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഗ്രോത്തിനുള്ള ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പം ഞാനൊരു ഷോപ്പ് നടത്തുന്നു, എൻ്റെ ഷോപ്പിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സാധനം മേടിച്ചാൽ RCMന്റെ ഡിസൈൻ അനുസരിച്ചുള്ള നേട്ടം എനിക്ക് കിട്ടുന്നില്ല. RCMന്റെ ഡിസൈൻ എന്താണ്? ഒരു ഷോപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഒരു POS പോയിന്റ് ഓഫ് സെയിൽ ഒരാൾ നടത്തുക എന്ന് പറഞ്ഞാൽ, ബിൽഡ് യുവർ ബിസിനസ് ഓൺ കമ്പനി കോസ്റ്റ്. കമ്പനിയുടെ ചെലവിൽ നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരമാണ് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുക എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് അവർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയല്ല RCMന്റെ POS. അത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് 7ാമത്തെ ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈൻ ഓർഡർ. ഇനിയും നമ്മൾ കഴിഞ്ഞ മാസം 4 പ്രാവശ്യം ഓൺലൈൻ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ സെഷൻ നടത്തിയിരുന്നു. അതിൻ്റെ 2-3 YouTube ലിങ്കും നമുക്ക് ആ സൈറ്റിലുണ്ട്. എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യണം, നോൺ FMCG ഐറ്റംസ്, ഷർട്ട്, സാരി, ചുരിദാർ, ബെഡ്ഷീറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ, ചെരുപ്പ്, ബാഗ്, ഇതെല്ലാം ഈവൻ ഹരിത സഞ്ജീവനിയും ന്യൂട്രിചാർജ് പോലും നമുക്ക് ഓൺലൈൻ ഓർഡറോടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഓർഡർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് PV നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആകും. അപ്പോൾ ഈ മാസം 31-ാം തീയതി വരെയുള്ള നമ്മുടെ സമയത്തിൽ നമ്മുടെ ടീമിൽ നിന്ന് അസോസിയേറ്റ് ആളുകളിൽ നിന്ന് കൂടുതൽ PV ജനറേറ്റ് ചെയ്യാൻ ഏത് മാർഗമാണോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്, അതിൽ 6ാമത്തെ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻസ്റ്റൻ്റ് വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ ഈ പറയുന്ന 20 പേരെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത 20-25 പേരിൽ അവർ ഇതിൽ ഏത് മാർഗത്തിലൂടെയാണ് വോളിയം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി അവരെ അതിൽ പ്രൊമോട്ട് ചെയ്യുക, പ്രാപ്തരാക്കുക. എന്തായാലും ശരി,
ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ ഞാനും എൻ്റെ ടീമും ഒരു പടിയെങ്കിലും ഉയരത്തിലായിരിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക. സെൽഫ് പർച്ചേസ് 10,000-ന് മുകളിൽ. രാജൻ സാറിന് 19,311 രൂപയുടെ ഓർഡർ സാറിനുള്ളത് നാളെ ഓൺലൈൻ ഓർഡറിലൂടെ പർച്ചേസ് ചെയ്ത് നാളെ എത്തും എന്നാണ് പറഞ്ഞത്. 19,000 ഏകദേശം 20,000 രൂപയുടെ സാധനം രാജൻ സാർ ഓർഡർ ചെയ്ത് പേഴ്സണലി ഓർഡർ ചെയ്ത സാധനം നാളെ എത്തും. ഇത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പം നമ്മുടെ ടീമിൽ അത് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുക. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ കോൺടാക്ട് ഇമ്മീഡിയറ്റ് അപ്ലൈ. ഇപ്പം പറയുമ്പോൾ തോന്നുന്നു ഞാൻ വാങ്ങിച്ചേക്കാം, പക്ഷേ സെഷൻ കഴിയുമ്പോൾ ഞാൻ പിന്നെ ആട്ടെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, എഴുതി വെക്കുക, തീരുമാനിക്കുക, ഇൻസ്റ്റൻ്റ്ലി ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തുക, ആൾക്ക് കാണിച്ചു കൊടുക്കുക. ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ഷോപ്പില്ല, എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസമൊന്നും ഇനിയുള്ള കാലം ആർസിംഗിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ 3 വർഷത്തേക്ക് സബ്മിറ്റ് യുവർ സെൽഫ്, ടേക്ക് ഇറ്റ് ആസ് എ ജോബ്. കൃത്യതയോടുകൂടി എല്ലാ ദിവസവും ആർസിംഗിൽ ഇൻവോൾവ് ചെയ്യുക. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഞാൻ പറഞ്ഞു ഹാർഡിലി ഒരു ലീവാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വരുമാനം വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നിസ്സംഗത കൂടാൻ തുടങ്ങും. ഈ മാസം 10,000 PV എങ്കിലും ചെയ്യും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുക, അത് നടപ്പിലാക്കുക. 10,000 PV എങ്കിലും സ്വന്തം വഴിയിൽ ചെയ്യുക, അതൊരു ശീലമാക്കണം. എന്തിനാ 10,000 PV ചെയ്യുന്നത്? നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിൽ ഞാനും ഒരു പങ്കാളിയാണെന്നുള്ള ഒരു ബോധ്യം, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവണം. കാരണം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിക്കുമ്പോൾ ഗ്രോത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. 10,000 PV എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും കുറച്ച് പ്രൊഡക്റ്റെങ്കിലും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ വളർച്ചയിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഓൺലൈൻ ഓർഡറിലൂടെ ആണെങ്കിലും നമ്മുടെ ടീമിലുള്ള ആളുകളുടെ പർച്ചേസിൽ സെൽഫ് PVയിൽ ഒരു പുരോഗതി ഉണ്ടാക്കാനുള്ള സപ്പോർട്ടോട് കൊടുക്കുക. വളരെ സന്തോഷം. അപ്പോൾ ഈ മാസത്തെ ഇനിയുള്ള 4 ദിവസം നമുക്ക് ക്രിയാത്മകമായ പുരോഗതി ഉണ്ടാക്കാനും ഗിരീഷ് സാർ പറഞ്ഞ പോലെ ചരിത്രപരമായ നേട്ടം എന്ന് പിൽക്കാലങ്ങളിൽ നമ്മൾ ഈ മാസത്തെ നേട്ടത്തിനെ മെൻഷൻ ചെയ്യുമ്പോൾ, എടുത്തു പറയുമ്പോൾ എൻ്റെയും ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് സ്വയം അഭിമാനിക്കാൻ കഴിയത്തക്കവണ്ണം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മികവുറ്റ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക. അണാറക്കണ്ണനും തന്നാലായത് എന്ന് ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താണ് ആ കഥയെന്ന് നിങ്ങൾക്കറിയാം. എന്തായിരുന്നു അത്? സീതയെ അന്വേഷിച്ച വാനരന്മാർ ലങ്കയിലേക്ക് പോകുമ്പോൾ കടലിന് കുറുകെ ചിറകെട്ടണം. അപ്പോൾ ആ വാനരന്മാരുടെ കൂടെ ഒരു മിടുക്കനുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് സാധനം വെള്ളത്തിലിട്ടാലും പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പം മറ്റു വാനരന്മാർ പോയുള്ള കല്ലും മണ്ണും മലകളും എന്താ പറയുക അങ്ങനെയുള്ള തടി എല്ലാം കൊണ്ട് ഇദ്ദേഹത്തിനെ കൊടുക്കും. ഇദ്ദേഹം വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് അങ്ങനെ ചിറകെട്ടി പോവാണ്. അപ്പോൾ ഒരു എന്താണ് അണ്ണാൻ, സ്ക്വിറൽ, അണ്ണാൻ എന്നല്ലേ പറയാ, അതിങ്ങനെ വെള്ളത്തിൽ പോയി ചാടും. എന്നിട്ട് മണലിൽ വന്ന് കിടന്ന് ഉരുളും. പല പ്രാവശ്യം കിടന്ന് ഉരുളും. അപ്പം നനഞ്ഞ ശരീരം മണ്ണിൽ കിടന്ന് ഉരുളുമ്പോൾ കടൽ തീരത്തുള്ള നല്ല നനുനനുപ്പുള്ള മണൽ അതിൻ്റെ ദേഹത്ത് മുഴുവനാവും. എന്നിട്ട് ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടും. അപ്പോൾ എന്താവും? ആ മണ്ണ് വെള്ളത്തിൽ വീഴും. വീണ്ടും കരയിൽ വന്ന് അങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കരയിൽ കിടക്കുന്ന മണൽ കടലിൽ വീഴും. അപ്പോൾ വാനന്മാര് പുള്ളിയെ കളിയാക്കി, വല്ലവരും ചവിട്ട് കൊണ്ട് ചത്തുപോകും, എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ശ്രീരാം ഭഗവാൻ അത് കണ്ടു. അണാർക്കരനെ പിടിച്ച് തലോടി എന്നാ പറയുന്നത്. അങ്ങനെ തലോടിയപ്പോ പുറത്ത് കണ്ടിട്ടില്ലേ 3 വര. അങ്ങനെ ഭഗവാന്റെ കൈവരൽ കൊണ്ടുള്ള പാടാണ് ആ അണ്ണാന്റെ പുറത്തുള്ള വരയെന്നാ പറയുന്നത്. അപ്പോൾ ചരിത്രപരമായ നേട്ടത്തിന് ഈ മാസത്തെ ക്ലോസിംഗ് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും മികവുറ്റ ഒരു സെൽഫ് പർച്ചേസ് കോൺട്രിബ്യൂഷനും ടീമിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയാസി.